ഹായ്, വെൽക്കം ഓൾ. എല്ലാവർക്കും സ്വാഗതം. മീറ്റ് സേഫ്റ്റി എക്സ്പേർട്സ് എന്ന ടോക്ക് സീരീസിൻ്റെ 4ാമത്തെ സെഷനാണിത്. ആം, ഈ മീറ്റ് സേഫ്റ്റി എക്സ്പേർട്സ് 2022 മാർച്ചിൽ, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ 2 വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു ടോക്ക് സീരീസ് തുടങ്ങിയത്. പിന്നെ മാർച്ചിലൊന്ന് നടന്നു, ഏപ്രിലൊന്ന് നടന്നു, മെയ്യിലൊന്ന് നടന്നു. പിന്നെ ചില കാരണങ്ങളാൽ പിന്നെ ഒരു ടോക്കും നടന്നിട്ടില്ല. പിന്നെ ഇതിപ്പോൾ 4ാമത്തെ 2 വർഷങ്ങൾക്ക് ശേഷം ഏകദേശം. ഈ ടോക്ക് സീരീസിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പെട്ടെന്ന് ചുരുങ്ങിയ വാക്കിൽ പറയാം. ഞാൻ ഈ ടോക്ക് സീരീസ് നടത്തുന്നത് സേഫ്റ്റി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പല ആളുകൾ, അതായത് ഡിഫറെൻറ്റ് റീജിയനിൽ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ അവരെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ഒരു എക്സ്പീരിയൻസും അവർ സഞ്ചരിച്ച വഴികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ. ഈ ഒരു ഐഡിയ ഞാൻ ആ ഫസ്റ്റ് ടോക്ക് സീരീസിൽ പറഞ്ഞിരുന്നു. ഈ ഒരു ഐഡിയ എനിക്ക് വന്നത് ഒരു അൺലിമിറ്റഡ് പവർ എന്നൊരു ബുക്കുണ്ട്, കുറേ പഴയ ബുക്കാണ്, ആന്റണി റോബിൻസിൻ്റെ. അതിൽ പറയുന്നൊരു ഒരു ഒരു പർട്ടിക്കുലർ ടേം ഉണ്ട്, മോഡലിംഗ് പ്രോസസ്സ്. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പം വഴി അല്ലെങ്കിൽ ഒരു മാർഗം എന്ന് പറയുന്നത് നേരത്തെ ആ കാര്യം അച്ചീവ് ചെയ്ത ആളുകളെ ഫോളോ ചെയ്യുക എന്നുള്ള. അവർ സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും. ഇപ്പം ഏത് സക്സസ് ആണെന്നുണ്ടെങ്കിലും ഒരു സക്സസ്ഫുൾ പീപ്പിൾ, ശരിക്കും സക്സസ്ഫുൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. സക്സസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഡെസ്റ്റിനേഷൻ അല്ല. പലപ്പോഴും നമ്മളൊരു ഡെസ്റ്റിനേഷനായിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുക. സക്സസ് എന്ന് പറഞ്ഞാൽ ഈ ആന്റണി റോബിൻസ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ആ പ്രോസസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് സക്സസ് ആണോ അല്ലേ എന്ന് നിർണ്ണയിക്കുന്നത്. പിന്നെ ഈ സക്സസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, വെറും ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സക്സസ് അല്ല. സക്സസ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്, ആന്റണി റോബിൻസൺ ഡിഫൈൻ ചെയ്യുന്നത്, സക്സസ് എന്ന് പറഞ്ഞാൽ ഇമോഷണലായിട്ടും സ്പിരിച്വലായിട്ടും സോഷ്യലായിട്ടും ഫൈനാൻഷ്യലായിട്ടും ഇൻ്റലക്ച്വലായിട്ടും ഫിസിയോളജിക്കലായിട്ടും എല്ലാ രീതിയിലും ഇന്നലെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇന്നുണ്ടാവുക. ഓക്കെ, അതാണ് സക്സസ്. അങ്ങനെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്ത ആളുകൾ, അവർ കുറേ അച്ചീവ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല, ബട്ട് എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ് നേടിയ ആളുകളെ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സെഷൻ്റെ ഉദ്ദേശം. ഇതുപോലത്തെ സെഷൻ ഇനിയും നടത്താനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ എവിടെയെങ്കിലും കൊടുക്കാം, ഒരു പക്ഷേ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഈ ടൈറ്റിലിൽ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഗസ്റ്റായിട്ട് ഈ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏതായാലും ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇർഷാദാണ്. ഇർഷാദും ഞാനും ഒരുമിച്ച് പഠിച്ചതാണ്. എന്തായാലും ഇർഷാദിനെ നമുക്ക് പരിചയപ്പെടാം. ഇർഷാദ്, അസ്സലാമു അലൈക്കും. മ്യൂട്ടാണ്. ഹായ്, ഹായ്. കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ സീഗിനെ ഒരു ബിഗ് ഹായ്. എല്ലാവർക്കും ഹായ്. ഈ ഒരു പരിപാടിയിലേക്ക് ഇർഷാദെ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് നമ്മളെ പരിപാടിൻ്റെ ഉദ്ദേശം. ഞാൻ എന്താണ് പരിപാടിൻ്റെ ഉദ്ദേശം എന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ഇതൊക്കെയാണ് പരിപാടിൻ്റെ ഉദ്ദേശം, എത്ര സിമ്പിളാണ്. അപ്പോൾ എനിക്കറിയുന്നൊരു ഇർഷാദ് ഉണ്ട്, അത് ഞാനിപ്പോൾ പറഞ്ഞിട്ട് എന്താക്കുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇർഷാദിനെ എന്താ ചെയ്യുക, ഇർഷാദിനെ പരിചയപ്പെടുത്തുക. ഇർഷാദും ഞാനും ബിടെക് സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് കുസാറ്റിൽ നിന്ന് പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഇർഷാദ് LNTയിൽ വർക്ക് ചെയ്തു. എനിക്കൊന്നതിന് മുമ്പ് ഇർഷാദ് ബിടെക് കഴിഞ്ഞപ്പോൾ തന്നെ നെബോഷ് എടുത്തിരുന്നു. പിന്നെ LNTയിൽ കുറച്ചു കാലം വർക്ക് ചെയ്തു, ശേഷം കാനഡയിലേക്ക് പോയി. കാനഡയിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർസായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എനിക്കറിയുന്നത് ഇർഷാദ് ചുരുങ്ങിയ വാക്കിൽ. ഇർഷാദ് ഒന്നുകൂടി അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ നമുക്ക് ഈ സെഷന്
ഒരു കുറച്ച് ഒരു 6 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പം ഈ വീഡിയോ യൂട്യൂബിൽ കാണുന്നവർക്ക് പെട്ടെന്നൊന്ന് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ആവശ്യം ഉണ്ടെങ്കിൽ കണ്ടോട്ടോ, അല്ലെങ്കിൽ കാണണ്ടല്ലോ. അതേപോലെ ലൈവിൽ ഇരിക്കുന്നവർക്ക് ഈ സെഷനിൽ ഇപ്പോൾ ഇതേപോലെ ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ട് അവരോട് നിങ്ങൾ മുമ്പ് എന്തായിരുന്നു ചെയ്തിരുന്നത്, എഡ്യൂക്കേഷൻ ആവട്ടെ ബാക്കി എക്സ്പീരിയൻസ് ആവട്ടെ, എന്തായിരുന്നു ചെയ്തിരുന്നത്, ഇപ്പം നിങ്ങളിപ്പോൾ ചെയ്യുന്ന വർക്ക് അതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്, അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിപ്പം കറൻ്റ്ലി ചെയ്യുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്താണ്, പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്, ഇപ്പം എഡ്യൂക്കേഷൻ വൈസോ കരിയർ വൈസോ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ വല്ലതുണ്ടോ, അതേപോലെ തന്നെ ജോബിനെ പറ്റി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അവസാനം ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ഇത്രയും ചുരുങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്തായാലും ഒന്ന് ഇർഷാദ് ഒന്ന് 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 പരിചയപ്പെടോ, ഇപ്പോൾ എത്തിയ സ്ഥലത്ത് എങ്ങനെ എത്തി? ഹായ് എവരിവൺ. അപ്പോൾ നസീഖ് പറഞ്ഞ പോലെ ഞാനും നസീഖും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. 2013 ഞങ്ങൾ ഒരുമിച്ച് കുസാറ്റിൽ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തത്. അന്ന് മുതലേ ഞാനും നസീഖും ഫ്രണ്ട്സാണ്. അങ്ങനെ ഗ്രാജുവേറ്റ് ആയ ശേഷം ഞാൻ LNTയിൽ ജോയിൻ ചെയ്തു, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറായിട്ട്. അന്ന് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിയായിട്ടാണ് ജോയിൻ ചെയ്തത്. അങ്ങനെ അത് ജയ്പൂരായിരുന്നു എൻ്റെ വർക്ക്. ഞാൻ LNTയുടെ റെയിൽവേ ബിസിനസ് യൂണിറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവിടുത്തെ ഒരു പ്രൊജക്റ്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറായിട്ട്. അങ്ങനെ ആ വെക്കേഷൻ ടൈമിൽ തന്നെ നസീഖ് പറഞ്ഞ പോലെ ഞാൻ അബോഷ് എടുത്തിരുന്നു. ഈ ഗ്രാജുവേറ്റ് കഴിഞ്ഞ് പിന്നെ കമ്പനിയിൽ ജോയിൻ ചെയ്യണ ഒരു 2 മന്ത് വെക്കേഷൻ ടൈമിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബാച്ചിൽ ആദ്യമായിട്ട് ഡെബോഷ് എടുത്ത ഒരു 4 പേരിൽ ഞാനും ഒരാളായിരുന്നു. അന്ന് ഇതുപോലെ തന്നെ ഡെബോഷ് അന്ന് ക്ലോസ്ഡ് എക്സാം ആണ്, ഇപ്പോൾ അത് ഓപ്പൺ ബുക്ക് എക്സാം അല്ല, ഓൾഡ് ടൈപ്പ് എക്സാം ആണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ സീനിയർ എഞ്ചിനീയറായിട്ട് LNTയിൽ പ്രൊമോട്ടഡ് ആയി. അങ്ങനെ അവിടെ 2-2.5 വർഷത്തോളം ആ പൊസിഷനിൽ ജോലി ചെയ്തു. അങ്ങനെ ടോട്ടൽ ഒരു ഓൾമോസ്റ്റ് 3.5 വർഷം LNTയിൽ ജോയിൻ ചെയ്ത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കാനഡയിലോട്ട് മൂവ് ചെയ്തത്. അങ്ങനെ ഇവിടെ ഒരു ലാംപ്ടൺ കോളേജിൽ ഒക്കുപേഷൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയിൽ ജോയിൻ ചെയ്ത്. അതൊരു 2 വർഷത്തെ കോഴ്സായിരുന്നു. പക്ഷേ അത് ഫസ്റ്റ് ഇയർ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം നാട്ടിൽ വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്തത്. കാരണം ഒന്ന് കോവിഡ് കാരണം ട്രാവൽ ബാൻ, അതുപോലെ എനിക്ക് വിസ കിട്ടാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാരണം കോളടിച്ച് നാട്ടിൽ നിന്നിട്ട് കാനഡ. അതെ, കോൾ അടിച്ചെന്ന് പറയാൻ 2 ഇതുണ്ട്. അങ്ങനെ അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് വെച്ചാൽ അതൊരു കോപ്പുള്ള പ്രോഗ്രാം. അത് 4 സെമസ്റ്റർ ഉള്ളത്. 4th സെമസ്റ്റർ കോപ്പാണ്. കോപ്പ് നമ്മുടെ നാട്ടിൽ ഇന്റേൺഷിപ്പ്, അത് നമ്മൾ കാനഡയിൽ അതിന് കോപ്പ് എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ, നിങ്ങൾ കോപ്പ് ചെയ്യാം അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും കോപ്പാണ് ചൂസ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും കോപ്പ് കിട്ടാത്തവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റ് ചെയ്യാം. അങ്ങനെ അങ്ങനെ ആ ടൈമപ്പോൾ ഞാൻ കുറേ കോപ്പിന് അപ്ലൈ ചെയ്തായിരുന്നു. അങ്ങനെ 1-2 ഇൻ്റർവ്യൂ കോളൊക്കെ കിട്ടി. പക്ഷെ അതിന് മുന്നേ ടെക് റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു മൈനിങ് കമ്പനിയിൽ എനിക്കൊരു കോപ്പിനുള്ളൊരു ഇൻ്റർവ്യൂ ഉള്ള ചാൻസ് കിട്ടി. അങ്ങനെ അത് ഞാൻ ഒൻറ്റാരിയോയിലാണ്, പക്ഷേ കമ്പനി ഉള്ളത് BC എന്ന് പറഞ്ഞ പ്രൊവിൻസിലാണ്, അതായത് ബ്രിട്ടീഷ് കൊളംബിയ. അങ്ങനെ അവിടെ ആദ്യം അപ്ലൈ ചെയ്തു. അത് ആദ്യം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അവർ ജോബ് പോസ്റ്റിങ്ങിൽ അഡ്വർടൈസ്മെന്റിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറോ കോർഡിനേറ്ററോ അങ്ങനെ കോപ്പായിരുന്നു അവർ പോസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ അതുവരെ ഞാൻ ഇൻഡസ്ട്രിയൽ ഹൈജീനെ കുറിച്ച് എനിക്കങ്ങനെ ഒരു അറിവുമില്ല. നമ്മൾ ബിടെക്കിൽ ഒരു 2 കോഴ്സ് എങ്ങാണ്ട് പഠിച്ചിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ ഹൈജീൻ ആൻഡ് ടോക്സിക്കോളജി എന്ന് പറഞ്ഞിട്ട് 2 കോഴ്സ് എങ്ങാണ്ട് പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു അത് നവീനാണ് വരുന്നത്, നിർമ്മല നവീന അങ്ങനെ ആരായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ ലാംപ്ടൺ കോളേജ് പഠിക്കുമ്പോൾ എനിക്ക് 2 കോഴ്സ് ഉണ്ടായിരുന്നു. അതൊന്ന് ലാബും, ഇൻഡസ്ട്രിയൽ ഹൈജീൻ ആൻഡ് ടോക്സിക്കോളജി ലാബും, ഒന്ന് അതിൻ്റെ തിയറി പാർട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നമ്മളതിന് തീരെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ത് സംഭവം എന്ന് അറിയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് അത് എക്സാം ചെയ്തൊന്ന് പാസ്സാവണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഇന്റർവ്യൂ, ഈ കോപ്പ് ടൈമിന് ഇന്റർവ്യൂ കൊടുത്തിട്ടാണ് അപ്പോഴാണ് അവർ പറയുന്നത് ഇത് ആക്ച്വലി ഒക്കുപേഷൻ ഹൈജീനിന്റെ കോപ്പാണ്, സേഫ്റ്റി കോപ്പ് അല്ല. പക്ഷെ സേഫ്റ്റിയുടെ റിലേറ്റഡ് തന്നെയാണ്, ബട്ട് പ്യൂർലി ഒക്കുപേഷൻ ഹൈജീൻ ആണ്. അപ്പോൾ ഒക്കുപേഷൻ ഹൈജീൻ എന്താണെന്ന് അറിയാത്തവർക്ക് ഇൻഡസ്ട്രി ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഒക്കുപേഷൻ ഹൈജീൻ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അത് ചില കമ്പനികളിൽ അത് ഇൻഡസ്ട്രി ഹൈജീൻ എന്ന് പറയും, ചില കമ്പനികളിൽ അത് ഒക്കുപേഷൻ ഹൈജീൻ എന്ന് പറയും. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഒക്കുപേഷൻ ഹൈജീനിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഹൈജീനിസ്റ്റ് എന്ന് പറയും.
നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. എന്താണ് ഇപ്പോൾ കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് എന്താണ് ഈ ഒക്കുപേഷണൽ ഹൈജീനിസ്റ്റ് എന്നൊരു ക്ലാരിറ്റിയിൽ എന്താണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എൻവയോൺമെൻറ്റ് ഡ്യൂട്ടി ഉള്ള ഒരാളപ്പുറത്ത് നിന്ന് എന്താണ് ഇവർ ചെയ്യുന്നത്, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഓക്കെ, അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ക്രാക്ക് ചെയ്തു. ഉം. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. അത് 8 മാസത്തെ കോപ്പായിരുന്നു. ഉം, അങ്ങനെ അതൊരു മൈനിങ് ടെക് എന്ന് പറഞ്ഞാൽ അത് മൈനിങ് കമ്പനിയാണ്, കോൾ മൈനിങ്. ഉം, ടെക് കോൾ എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കമ്പനീസ് ഇൻ കാനഡ. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. അവിടെ 8 മാസം അങ്ങനെ അതൊരു എനിക്കൊരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചാൽ അവിടുത്തെ ഒക്കുപേഷൻ ഹൈജീനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരനായിരുന്നു, ഓ, ഭരത് സുങ്കര എന്ന് പറഞ്ഞിട്ട്. ഉം, അങ്ങനെ ഇന്ത്യക്കാരനാണ്, പക്ഷേ കനേഡിയൻ സിറ്റിസൺ ആണ് കുറച്ചായിട്ട്. പക്ഷെ അങ്ങനെ ബേസിക്കലി ആന്ധ്രാപ്രദേശിൽ നിന്നാണെന്ന് തോന്നുന്നു. അങ്ങനെ ഉം, അതുകൊണ്ട് അപ്പോഴാണ് ഒരു ഇൻഡസ്ട്രി ഹൈജീൻ എന്ന് പറഞ്ഞാൽ അതിലൂടെ നമ്മൾ ശരിക്കും ഒരു എക്സ്പോസ്ഡ് ആവണത്. ഉം, അവിടുന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. 8 മാസത്തോളം അവിടെ അങ്ങനെ വർക്ക് ചെയ്തു. ഉം, അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഗ്രാജുവേറ്റ് ആയി, ഞാൻ പിന്നെ നാട്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞ ഏപ്രിൽ 28 എങ്ങാണ്ട് അത് കഴിഞ്ഞത്, 2023. അങ്ങനെ അത് ഉം, കഴിഞ്ഞ് മെയ് 1 തന്നെ ഞാൻ നാട്ടിലോട്ട് വന്ന്. ഉം, നാട്ടിലോട്ട് വന്ന് കല്യാണ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നാട്ടിൽ 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോരാന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് ജോലി നിശ്ചയിക്ക് പറഞ്ഞു എങ്ങനെ ഇപ്പോഴുള്ള ജോലി കിട്ടിയതെന്ന് വെച്ചാൽ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടുന്ന് 2-3 ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നത് നാട്ടിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ലിങ്ക്ഡിൻ വഴി ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഒരു ടൊറൻറ്റോയിൽ ഇതുപോലെ ഒരു ഒക്കുപേഷൻ ഹൈജീൻ കൺസൾട്ടൻസിയിൽ ഒരു വേക്കൻസി ഉണ്ട്, ഇൻട്രസ്റ്റഡ് ആണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി പറഞ്ഞു ഇൻട്രസ്റ്റഡ് ആണ്. അങ്ങനെ അവർ ഇൻ്റർവ്യൂ സെറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ എത്തിയത്. അതായത് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യണത് ബ്ലൂമെട്രിക് എൻവയോൺമെൻറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു കൺസൾട്ടൻസി കമ്പനിയിലാണ്. അങ്ങനെ അവിടെ ഒരു 2-3 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇൻഡസ്ട്രി ഹൈജീൻ അല്ലെങ്കിൽ ഒക്കുപേഷൻ ഹൈജീൻ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, കൂൾ കൂൾ. സോ ഒന്ന് സമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറയാണ്. ബിടെക് കഴിഞ്ഞു, പിന്നെ വേറെ കോഴ്സ് PG ഡിപ്ലോമ കാനഡയിൽ നിന്ന് കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ബോഷ് IGC എടുത്തിട്ടുണ്ട്. വേറെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റോ മെമ്പർഷിപ്പുകളോ ഏതെങ്കിലും എടുത്തിട്ടുണ്ടോ? നസീഖിലുള്ള പോലെ തന്നെ എനിക്കും BCSPയുടെ TSP മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, അതായത് ട്രാൻസിഷണൽ സേഫ്റ്റി പ്രാക്ടീഷണർ. അത് കാരണം നമ്മൾ ബിടെക് കഴിഞ്ഞു, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന് ക്വാളിഫൈഡ് ആവുന്ന ഒരു അതല്ലാതെ ഞാൻ വേറെ സർട്ടിഫിക്കറ്റ്സ് ഇതുവരെ എടുത്തിട്ടില്ല. അതല്ല, ഈ TSP ഒക്കെ ഇതിന് അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടോ? TSPൻ്റെ അഡ്വാൻറ്റേജ് ഈ പ്രോസസ്സിൽ? CSP അഡ്വാൻറ്റേജ് വല്ലാണ്ടതില്ല. നമുക്ക് ജസ്റ്റ് അത് പറയാന്നുള്ളതുള്ളൂ. നമുക്ക് ഭാവിയിൽ നമ്മൾ CSP എടുക്കുന്നുള്ള ഒരു പ്രീകോഴ്സറായിട്ട് പറയാന്നുള്ളൂ. അല്ലാണ്ട് അത് വല്ലാണ്ട് ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുള്ളത്, എന്താണ് ചെയ്യണമെന്നുള്ളത്. പല കാൻഡിഡേറ്റ്സിനും, പല ആളുകൾ ഇപ്പോൾ കോഴ്സ് പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും പലതിലും ഒരു ക്ലാരിറ്റി ഇല്ല. കാര്യം നമുക്ക് ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ കയറാത്ത ഒരാൾക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ ജോബിൻ്റെ നാച്ചുറൽ അല്ലെങ്കിൽ ഈ ജോബിൻ്റെ സ്കോപ്പുകളെ കുറിച്ച്, പ്രൊഫൈൽ എന്തൊക്കെയാണ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ പണ്ട് അബ്ബാസ് പ്ലാന്റ് സേഫ്റ്റിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ പ്ലാന്റ് സേഫ്റ്റി വേലി കെട്ടണമെന്ന് എഴുതിയ പോലെ ഇപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അവരിപ്പോ IOCLന്റെ പ്ലാന്റ് സേഫ്റ്റി ഹെഡാണ്. അപ്പൊ അത് ഈ വേർഡൊക്കെ, ഈ ടെർമിനോളജി ഒക്കെ പലപ്പോഴും നമ്മൾ കൺഫ്യൂഷൻ ആക്കും അല്ലേ? കാര്യം ഇതിന്റെ ഒരു ഡിക്ഷണറി മീനിങ് ആവില്ല. അതെ, ഇപ്പൊ ഇൻഡസ്ട്രി ഹൈജീനെ കുറിച്ച് പറയുകയാണെന്നിപ്പോ നമ്മൾ ഹൈജീനിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക അത് ഒരു ക്ലീനിങ്. ഹൈജീൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്ലീനിങ് എന്നുള്ളൊരു ഇതാണല്ലോ വരിക. ഹൈജീനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനിപ്പോ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇവിടെ കാറിന്റെ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഏജൻസിനെ അതുവരെ കോൺടാക്ട് ചെയ്തു. അപ്പൊ അവരെന്നോട് ചോദിച്ചു എന്താണ് നിങ്ങൾ എന്താ ജോലി ചെയ്യേണ്ടത് വെച്ച്. ഞാൻ ഹൈജീനിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു ഓക്കെ, നിങ്ങൾ വണ്ടി എന്നും ട്രാവൽ വർക്കിന് വേണ്ടി എന്നും കമ്മ്യൂട്ട് ചെയ്യാറുണ്ടോ വണ്ടി? അപ്പൊ അതൊക്കെ നമ്മൾ ഇൻഷുറൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ ആകെ അത്ഭുതപ്പെട്ടവര് ഇവനെങ്ങനെ വീട്ടിലിരുന്ന് ക്ലീൻ ചെയ്യണം.
അപ്പൊ അതാണ്. അപ്പൊ പിന്നെ അതുമല്ല കുറെ പേര് ഹൈജീനിസ്റ്റായി വർക്ക് ചെയ്യണ കുറെ പേര് എന്നോട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മറ്റേ എന്റെ സൂപ്പർവൈസർ, ഉം, അങ്ങേര് ഗൾഫിൽ ഇതുപോലെ കുറച്ചു കാലം ഹൈജീനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അങ്ങേര് ഉം, അവിടുന്ന് ആൾക്കാർ അവിടുത്തെ വിചാരം അവിടുത്തെ ഉം, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ആളെന്നാണ് ഉം. ഹൈജീനിസ്റ്റ് എന്ന് പറയുമ്പോ. അതുപോലെ എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ടെക്കിൽ തന്നെ വർക്ക് ഹൈജീനിസ്റ്റ് ആയിട്ട് കോപ്പ് ചെയ്ത് ഒരുത്തനോട് അവന്റെ വീട്ടിലൊക്കെ വിളിക്കുമ്പോൾ ഉം. റിലേറ്റീവ്സ് ഒക്കെ വിളിക്കുമ്പോൾ ഹൈജീനിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവര് ചോദിക്കും, ഓ അവിടെ ക്ലീനിങ് ആണല്ലേ. അപ്പൊ വേറെ എന്തെങ്കിലും പറയണ നല്ലത്. അത് ആ, ഇപ്പൊ സേഫ്റ്റി ട്രെയിനർ, HSC ട്രെയിനർ, അങ്ങനത്തെ ടേം ഉപയോഗിക്കുമ്പോൾ ഈ ട്രെയിനർ എന്ന് പറഞ്ഞാല് ജിമ്മിലെ ട്രെയിനർ എന്ന് എല്ലാവർക്കും മൈൻഡിൽ വരും. അപ്പൊ അതുപോലെ എന്ന് ഇപ്പൊ പറഞ്ഞ ഞാനത് പോലെ ഈ ഹൈജീനിസ്റ്റ് ടെർമിനോളജി എപ്പോഴും ഹൈജീനെ കൺഫ്യൂസിങ് ഉണ്ടാക്കലുണ്ട്. എന്തായാലും ഇത് ഒന്ന് പറയാം, എന്താണ് ശരിക്കും ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റിന്റെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ്? ശരിക്കും ഹൈജീനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റിയുടെ ഒരു സബ്സെറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്മിനന്റ് ആയിട്ടുള്ള ഡേഞ്ചറിനെ നമ്മൾ ഡീൽ ചെയ്യണമെന്നല്ലേ. അപ്പൊ അതായത് വർക്ക് ഫ്രം ആയിട്ട് അപ്പോൾ തന്നെ ഇതിന്റെ എന്തുണ്ടാവും നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് കോൺസിക്വൻസ് അപ്പോൾ തന്നെ നമ്മൾ ഫാറ്റലായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ടത്. പക്ഷേ ഇൻഡസ്ട്രി ഹൈജീൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ലോങ് ടേം ആയിട്ടുള്ള എഫക്ട്സ് നമ്മൾ ഡീൽ ചെയ്യണത്. അത് ഹെൽത്ത് എഫക്ട്സ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ഇപ്പോൾ മൈനിങ് ഇൻഡസ്ട്രി തന്നെ എടുക്കുകയാണെങ്കിൽ, കോൾ മൈനിങ് ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ അവിടെ കോൾ ഡസ്റ്റ് ഉണ്ട്, അതുപോലെ വേറെ കുറെ കെമിക്കൽ ഏജൻസ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ കോൾ ഡസ്റ്റ് എന്നതിൻ്റെ കേസ് തന്നെ എടുക്കാം. അപ്പോൾ ഈ കോൾ ഡസ്റ്റ് കുറേ കാലം നമ്മൾ ശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾ ഡസ്റ്റ് എന്ന് പറയുമ്പോൾ വെരി മൈന്യൂട്ട് ആണ്, ലൈക്ക് ലെസ് ദാൻ 10 മൈക്രോഗ്രാം ആണ് അതിൻ്റെ പെർട്ടിക്കുലർ സൈസ് വരുന്നത്. പിന്നെ നമ്മൾ റെസ്പിറബിൾ ഡസ്റ്റ് എന്ന് പറയാം. അപ്പോൾ റെസ്പിറബിൾ ഡസ്റ്റ് കുറേ കാലം ശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സിലിക്കോസിസ്, അതുപോലെ ലങ് ക്യാൻസർ, അങ്ങനെ കുറേ എന്തുണ്ടാക്കും, രോഗങ്ങളുണ്ടാക്കും. പക്ഷെ അത് ഇന്നോ നാളെ വരുന്നതല്ല, ലോങ് ടേം ആയിട്ട് വരുന്ന ക്രോണിക് ഒരു എഫക്റ്റ് കാര്യമാണ്. ആണല്ലേ? ക്രോണിക് എഫക്റ്റ് ആണ് ഇതിൽ. അപ്പം അതിനെ ഡീൽ ചെയ്യണതാണ് ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത്. നോട്ട് ഓൺലി കോൾ ഡസ്റ്റ്, ഇപ്പോൾ ഏത് ഇൻഡസ്ട്രിയിൽ, ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ അവിടെ അതിൻ്റെ കെമിക്കൽസ് ഉണ്ടാവും, ബെൻസീൻ, അങ്ങനെ കുറേ കാര്യം കെമിക്കൽസ് ഉണ്ടാവും. വേറെ ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിൽ അവിടെ ഹാൻഡിൽ ചെയ്യുന്ന കെമിക്കൽസ്, അതൊക്കെ ഉണ്ടാക്കുന്ന ക്രോണിക് എഫക്ട്സ് അല്ലെങ്കിൽ അക്യൂട്ട് എഫക്ട്സ് തന്നെ. ഇപ്പോൾ ചില കെമിക്കൽസ് ഒക്കെ, ഇപ്പോൾ H2S പോലുള്ള കെമിക്കൽസ്, ഗ്യാസ് ഒക്കെ ശ്വസിച്ച് അതിൻ്റെ അപ്പോൾ നമ്മളിപ്പോൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് ഏത് മറ്റേ ടൈം വെയിറ്റഡ് ആവറേജ്, അതുപോലെ ത്രഷോൾഡ് ലിമിറ്റിംഗ് വാല്യൂ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കണ്ടല്ലോ. അപ്പൊ ആ ബേസിക്കലി അത് വെച്ച് ഡീൽ ചെയ്യണതാണ്. ബേസിക്കലി അതൊരു ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇൻഡസ്ട്രിയൽ ഹൈജീൻ. ഒരു അതായത് പ്രധാന ഡ്യൂട്ടി ഒരാളുടെ എന്ന് ലോങ് പറഞ്ഞാല് ടേം അതൊക്കെ വർക്ക് ലോങ് പ്ലേസിൽ ടേം ഇംപ്ലിമെന്റ് ഹെൽത്തിനെ ചെയ്യാല്ലേ? അതെ ലോങ് ടേം ഹെൽത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതാണ് ഇൻഡസ്ട്രിയൽ ഹൈജീൻ. എന്തൊക്കെ ടൈപ്പ് ഇൻഡസ്ട്രീസിലാണ് ഇപ്പോൾ ഡീൽ ചെയ്യുന്നത്? ഇപ്പോൾ കൺസൾട്ടന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ പല ടൈപ്പ് ഇൻഡസ്ട്രീസ് ഉണ്ടാ, എന്താണ്? ബേസിക്കലി എല്ലാ ഇൻഡസ്ട്രി ഉണ്ട്. അതായത് എവിടെയൊക്കെ കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലതും ചെറിയ ഇൻഡസ്ട്രി. ഇപ്പോൾ ഞാനിപ്പോൾ ടെക് കോൾ എന്ന് പറഞ്ഞവർ കോൾ മൈനിങ് കമ്പനീസ്, അതുപോലെ വലിയ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസ്, അവർക്കൊക്കെ ഇൻഹൗസ് ആയിട്ട് ഒക്യുപ്പേഷൻ ഹൈജീനിസ്റ്റുകൾ ഉണ്ടാവും. കാരണം അവർ അത്ര ബിഗ് കോർപ്പറേറ്റ്സ് ആയതുകൊണ്ട് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും, അവർക്കത് ആവശ്യമുണ്ട്. കാരണം അത്രക്ക് വർക്ക് ഫോഴ്സ് ഉണ്ടാവും അവിടെ, അത്രക്കും എന്തുണ്ടാവും, എക്സ്പോഷർ ഉണ്ട് അവിടെ. അപ്പോൾ അത് ഫെഡറലി റെഗുലേറ്ററി ലോ ആണ് ഇത്ര ഹൈജീനിസ്റ്റുകൾ വേണമെന്നുള്ളത്. പക്ഷെ ചെറിയ ചെറിയ കമ്പനികൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് ഇക്യുപ്പേഷൻ ഹൈജീനിന്റെ ആവശ്യമില്ല. പക്ഷെ അവർക്ക് കൺസൾട്ടൻസ് വഴി അവർ ആനുവലി അവരുടെ എക്സ്പോഷർ ഇതുവരെ മോണിറ്റർ ചെയ്യണം. അപ്പോൾ അതാണ് ഒരു ബേസിക്കലി ഒരു കൺസൾട്ടന്റ് പണി. അപ്പോൾ നീ ചോദിച്ച പോലെ എന്ത് ഇൻഡസ്ട്രി ആണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രികളും നമ്മൾ ഇപ്പം ഞാനിപ്പോൾ കുറേ ഇൻഡസ്ട്രിയിൽ പോയി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഇപ്പം ചെറിയ ഇൻഡസ്ട്രികൾ മുതൽ വലിയ ഇൻഡസ്ട്രികൾ വരെ നമ്മൾ കൺസൾട്ടൻസി കൊടുക്കാറുണ്ട്. ഇപ്പം ചില ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ ചെറിയ പ്രൊഡക്ട്സ് ഒക്കെ അവർ ഉണ്ടാക്കണത്. എന്തൊക്കെ പ്രൊഡക്ട്സ്? ഞാൻ ഇപ്പോൾ ഭയങ്കര അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളെ നാട്ടിലല്ല, ഇവിടെയൊക്കെ നമ്മൾ പാല് വാങ്ങുമല്ലോ. പാല് വാങ്ങുമ്പോ അതൊരു നമ്മുടെ നാട്ടിലെ പോലെ കുപ്പിയിലൊന്നല്ലല്ലോ കിട്ടുക, ഒരു കവറിലല്ലേ കിട്ടുക. കവറിൽ കിട്ടിയിട്ട് ആ കവറിന്റെ അറ്റത്ത് അവരൊരു ക്ലിപ്പ് ഇടുമല്ലോ, എന്താ പറയാ, കവർ ക്ലോഷർ എന്ന് പറയാം. ഒരു ചെറിയൊരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു സാധനത്ത് വെച്ചിട്ടാണല്ലോ അവര് അതിന്റെ എക്സ്പയറി ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ അടുത്ത് അതുണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ പോയി എക്സ്പോഷർ ഹൈജീൻ മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടി. അപ്പോഴാണ് ഞാൻ ഈ ചെറിയ സാധനം ഉണ്ടാക്കാൻ വരെ ഇത്ര വലിയൊരു ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടത്. ശരിയാ. പിന്നെ അതത്ര മാസ് പ്രൊഡക്ഷൻ വേണ്ട, ചെറുതാണെങ്കിൽ പോലും അത്ര പക്ഷെ അതില് ഞങ്ങൾ എക്സ്പോഷർ ഇപ്പൊ ചെയ്തത് എന്താ വെച്ചാൽ അതില് ഒരു ഇങ്ക് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ആ സാധനത്തിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി
ഉം. അപ്പൊ അതിന്റെ ഒരു എന്തെങ്കിലും കെമിക്കൽസ് എക്സ്പോഷർ ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടുന്ന്. ഉം. പിന്നെ കെമിക്കൽസ് അതെങ്ങനെ മാത്രമല്ല ഒരു കാര്യം കൂടി. അതിന്റെ ഒരു കെമിക്കൽ എക്സ്പോഷറിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ എങ്ങനെ അറിയാൻ പറ്റുക? ഈ എന്ത് നോക്കിയിട്ടാണ് അത് കണ്ടെത്തുക, അതിൽ അതിന്റെ അതിൽ ഹെൽത്ത് നമുക്ക് എഫക്റ്റ്? നമുക്കതിൽ MSDS എടുത്ത് നോക്കിയാൽ അതിൽ ഉണ്ടാവുമല്ലോ ഏതൊക്കെ കെമിക്കൽസ് ആണ് അതിലുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇപ്പൊ MSDS ഇവിടെ SDS എന്നാണ്, ഇപ്പൊ MSDS എന്ന് മാറ്റിയിട്ട് ഇപ്പൊ ഇവിടെ SDS എന്നാണ് പറയാ. അപ്പൊ അതിലിപ്പോ ഞാൻ സേഫ്റ്റി അന്ന് ഡാറ്റ ചെയ്തത്, ഷീറ്റ് അല്ലേ? ആ അന്ന് ചെയ്തത് 3 കെമിക്കൽ ഏജന്റിന്റെ എക്സ്പോഷർ മോണിറ്ററിംഗ് ആണ് ചെയ്തത്. അന്ന് ഒന്ന് N-ബ്യൂട്ടൈൻ, പിന്നെ ഐസോപ്രോപ്പിൽ ആൽക്കഹോൾ, അതുപോലെ PGME എന്ന് പറഞ്ഞിട്ട് ഒരു കെമിക്കൽ ഉണ്ട്. അത് മൂന്നിന്റെ ഇതാണ് ചെയ്തത് അന്ന്. പക്ഷെ അതൊക്കെ കുറവായിരുന്നു. പക്ഷെ എന്നാലും അവരുടെ ഇതിന് എത്ര ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ മിനിസ്റ്ററിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവരന്ന് ചെയ്തത്. അപ്പൊ അതാണ് ബേസിക്കലി. പിന്നെ ഞാൻ പറഞ്ഞു നോട്ട് ഓൺലി ഇത് മാത്രമല്ല, കെമിക്കൽ എക്സ്പോഷർ മാത്രമല്ല, നോയിസ്. അതായത് നമ്മൾ നോയിസ് ചെയ്യും. എത്രത്തോളം നോയിസിന് നമ്മൾ ഇപ്പോൾ എർഗണോമിക്സിന്റെ ഭാഗമായിട്ടുള്ള എത്രത്തോളം വൈബ്രേഷൻ നമ്മൾ എക്സ്പോസ്ഡ് ആണെന്ന് അറിയാം. അങ്ങനെ കുറെ കാര്യങ്ങൾ, റേഡിയേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഹൈജീനിന്റെ സ്കോപ്പിൽ ഇൻഡസ്ട്രിയൽ ഭാഗം. അതെ. മെയിൻലി ഈ ഹെൽത്ത് ഹസാർഡ്സുകളൊക്കെ ക്വാണ്ടിഫൈ ചെയ്യുക, അതൊക്കെ കൺട്രോൾഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക അല്ലേ? ചുരുങ്ങിയ വാക്കിൽ എക്സ്പോഷർ പറയുകയാണെങ്കിൽ എത്രത്തോളം നമ്മൾ ഫിസിക്കൽ, ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ ഏജൻസിന്റെ എക്സ്പോഷർ എത്രത്തോളം ക്വാണ്ടിഫൈ ചെയ്യുക, അതിന്റെ കൺട്രോൾ മെഷർ ചെയ്യുക. പിന്നെ ആ കൺട്രോൾ മെഷറിന്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുക. ഇതാണ് മെയിൻ ഒരു പരിപാടി. കൂൾ കൂൾ. പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇനി എന്താണ് പ്ലാന്? ഐ മീൻ, ഇവിടെ എത്തി ഇനി എന്തെങ്കിലും പഠിക്കാനുള്ള പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ കരിയർ വൈസ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് എവിടേക്കാണ്? കരിയർ സ്റ്റെപ്പ് നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ഹൈജീനിൽ തന്നെ കുറെ സർട്ടിഫിക്കേഷൻസ് നമുക്ക് കുറെ അതുപോലെ പ്രൊഫഷണൽ മെമ്പർഷിപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ CIH, സർട്ടിഫൈഡ് ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റ്, അതെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബോർഡ് ഓഫ് ഒക്കുപേഷൻ ഹൈജീനിസ്റ്റോ അങ്ങനെ എന്തോ ഒരു ഏജൻസി ഉണ്ട്, അവർ കൊടുക്കുന്നത്. അതാണ് ഇൻഡസ്ട്രിയൽ ഹൈജീനിൽ ഐ തിങ്ക് ഏറ്റവും PCSP നമ്മൾ CSP ഇല്ലല്ല, അവരുടെ ഹൈജീനിസ്റ്റ് ബോർഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതാണ് തോന്നുന്നു എനിക്ക് ഏറ്റവും, നമ്മൾ CSP എന്ന് പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ ഹൈജീനിൽ ഏറ്റവും ടോപ്പ് അതാണ്, CIH ആണ്. പിന്നെ അതിന്റെ തന്നെ കാനഡ വെർഷൻ ഉണ്ട്, CSP CRSP എന്ന് പറഞ്ഞ പോലെ ROH എന്ന് പറയും. അതായത് രജിസ്റ്റേർഡ് ഒക്കുപേഷൻ ഹൈജീനിസ്റ്റ് ഉണ്ട്. അത് ഇവിടെ കാനഡയിലെ ഒരു ബോർഡ് കൊടുക്കുന്നതാണ്, കനേഡിയൻ ബോർഡ് ഓഫ് ഒക്കുപേഷൻ ഹൈജീനിസ്റ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ അതുപോലെ ബ്രിട്ടീഷ് ഒക്കുപേഷണൽ ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റ് എന്നാണ്, അതെ, ബ്രിട്ടനിലും ഉണ്ട് അതുപോലെ ബോർഡ് ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയയിലും ഉണ്ട് ഇതിന്റെ. ഓസ്ട്രേലിയ ഒരു ബോർഡ് ഉണ്ട്, COH എന്ന് കൊടുക്കുന്നത്, സർട്ടിഫൈഡ് ഒക്കുപേഷൻ ഹൈജീനിസ്റ്റ് അങ്ങനെ എന്തൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് ROH ഒക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നുണ്ട്. പിന്നെ അത് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് 5 വർഷം ഹൈജീനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, പിന്നെ ഇത്ര കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അതായത് ഇത്ര ഒക്കുപേഷൻ ഹൈജീനെ കുറിച്ച്, അതെ, ഒക്കുപേഷൻ ഹൈജീനെ കുറിച്ച് ഇത്ര കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും നോക്കണം. ഓക്കെ, കൂൾ. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഈ ജോബ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ കമ്പനീൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുക, ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്താ? ഒരു ഹാപ്പി ആണോ ശരിക്കും ചോദിച്ചാൽ? ഹാപ്പി ആണെന്ന് ചോദിച്ചാല് ജോബിൽ ഹാപ്പിയാണ്. പക്ഷെ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ട്രാവൽ ചെയ്യാം. ഞാൻ തന്നെ കാനഡയിൽ ഓൾമോസ്റ്റ് കുറെ സിറ്റീസിൽ കുറെ നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്ത കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുറെ ഇൻഡസ്ട്രീസ് കാണുമ്പോൾ ഞാൻ കുറെ ഗോൾഡ് മൈന്, അതുപോലെ ഇതിപ്പോൾ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ ഇൻഡസ്ട്രി, അങ്ങനെ പല ഇൻഡസ്ട്രികൾ നമ്മൾ ഒരിക്കലും നമുക്ക് ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എത്തിപ്പെടാൻ പറ്റാത്ത കുറെ ഇൻഡസ്ട്രികളിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പം അതൊരു ഡിഫറെന്റ് എക്സ്പോഷർ അല്ലേ, ഡിഫറെന്റ് ഫീലിംഗ്, ഡിഫറെന്റ് എക്സ്പോഷർ. ഏതൊക്കെ ഐ മീൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ അതാ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അത് അവർ ഉണ്ടാക്കുന്നത്. നമ്മളത് ജസ്റ്റ് ചെറിയൊരു സംഭവമാണല്ലോ, ഇത് വലിയ സംഭവമായിട്ട്. പക്ഷെ നമ്മളത് അവിടെ പോയി കാണുമ്പോഴാണ് ഇവർ ഇത്ര എഫേർട്ട് എടുക്കണ്ടോ, ഇതിന് പിന്നിൽ ഇത്ര ആൾക്കാർ വർക്ക് ചെയ്യണ്ടോ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതൊരു ഇതാണ്. പിന്നെ നമ്മൾ ഇന്റർവ്യൂലൊക്കെ
തള്ളുമല്ലോ. ഉം. ഐ ഓൾവേസ് വാണ്ട് ടു ഹെൽപ്പ് പീപ്പിൾ. ഉം. ഐ വാണ്ട് ടു അല്ല, പ്രൊട്ടക്ട് ദെയർ ഹെൽത്ത്. ലോകം നന്നാക്കാൻ കഴിയുമെങ്കിലേ അതെ, അതായത് അതൊന്നുമില്ല. ആളുകളെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുക അല്ലെ. ആ, അല്ല, അവര് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും അതെ, അതൊരു വൺ സൈഡ് ആണ്. നമ്മൾ അത് പ്രൗഡ് ശരിയാണ്. ആയിട്ടുള്ളൊരു നമ്മള് കാര്യം അല്ലേ. കാരണം എന്താ വെച്ചാൽ സേഫ്റ്റിനെ ഡോക്ടേഴ്സ് കുറിച്ച് കുറെ ആൾക്കാർക്ക് ഡോക്ടേഴ്സ് ഇതാണ്. റിയാക്റ്റീവായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമ്മള് സേഫ്റ്റിനെ കുറിച്ച് കുറെ ആൾക്കാർക്ക് അറിയാം, പക്ഷെ ഉം. ഈ ഒരു സൈഡ് ആരും അങ്ങനെ എക്സ്പ്ലോർ അതായത് ചെയ്യുന്നില്ല. ഇതുപോലത്തെ ഒരുപാട് സൈഡുകൾ ഉണ്ട്. ഒരുപാട് ഇപ്പോൾ ഉം. ഞാൻ പറയാം, ഫയർ എഞ്ചിനീയറിങ് ഒരു സ്പെഷ്യൽ അതെ, ഡിസിപ്ലിൻ, അങ്ങനത്തെ ഒരുപാട് നീഷുകളുണ്ട്. ഹ്യൂമൻ എഞ്ചിനീയറിങ്, അതെ. ഹ്യൂമൻ ബിഹേവിയർ, അങ്ങനെ എന്താ പറയാ, നമ്മൾ ഈ കാണുന്നത് എപ്പോഴും കൺസ്ട്രക്ഷൻ സൈറ്റിലെ സേഫ്റ്റി ഓഫീസേഴ്സ് എന്നുള്ള അതെ. രീതിയിലാണ്. പക്ഷെ അതിന്റെ ഉം. അപ്പുറത്തേക്ക് കുറെ ഒരുപാട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളൊരു ഒരാളെ മോണിറ്റർ ചെയ്തു, അപ്പൊ ഉം, അയാൾക്ക് നമുക്ക് മനസ്സിലായി അയാൾ ഓവർ എക്സ്പോസ്ഡ് ആണ് ആ, എന്ന് മനസ്സിലായി. ഉം, അപ്പൊ അയാളെ നമ്മൾ എന്ത് ചെയ്യും? ഒരു മെഡിക്കൽ, ഞാൻ ഇവിടുത്തെ കാര്യം കൺസൾട്ടൻസിലെ കാര്യമല്ല പറയണത്, I mean, ഞാൻ ഉം, മൈനിങ്ങിലെ കാര്യം അവിടെ പറഞ്ഞത്. അതായത് അവരെ ഉം, ഒരു മെഡിക്കൽ ഉപയോഗം നമ്മൾ റെഫർ ചെയ്യാം, അങ്ങേരോട് പറയും നിങ്ങൾ ഒക്കുപേഷൻ, ഓവർ എക്സ്പോസ്ഡ് ആണ്, ഉം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉം, നമ്മളെ കമ്പനിയുടെ തന്നെ ഒരു ഡോക്ടർ പോലെ ഒരാളുണ്ട്, ഡോക്ടറുണ്ട്, അവരെ കൺസൾട്ട് ചെയ്യാന്ന് പറയും. പക്ഷെ അത് ടോട്ടലി അവരുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. കാരണം നമ്മുടെ നാട്ടിൽ പോലല്ലേ, ഇവിടെ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൈവസി, അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നോക്കുന്ന റൈറ്റ്, കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാത്തിനും അതുകൊണ്ട് റൈറ്റ്. നമ്മൾ അങ്ങനെ പറയും, അല്ലാതെ നിർബന്ധിച്ച് അവരെ കാണിപ്പിക്കൂല. നിങ്ങൾക്ക് ഇങ്ങനെ സൗകര്യം ഉണ്ട്, മെഡിക്കൽ അസസ്മെന്റിന്റെ തന്നെ പരിപാടി ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്യാന്ന് പറയും. ഇതിൽ വേറെ കാര്യം ഞാൻ എങ്ങനെ ഇപ്പൊ പറഞ്ഞത്, ഇവരെ ഈ അഫക്റ്റഡ് പീപ്പിളിനെ എങ്ങനെ കണ്ടെത്തുക? എന്ത് ടൈപ്പ് ഓഫ് ടെസ്റ്റുകളൊക്കെ നടത്തുക? എക്സ്റേ, ലങ്സ് എങ്ങനെ എക്സ്റേ, അങ്ങനെയൊക്കെയാണോ? എക്സ്റേ, അതുപോലെ സിലിക്കോസിസ് ആണെങ്കിൽ അവർക്ക് എക്സ്റേ എടുത്താൽ അത് മനസ്സിലാവും. പക്ഷെ അത് ഒരു ദിവസം ഒരു ഇതിൽ ഓവർ എക്സ്പോസർ ആയി എന്ന് വെച്ചിട്ട് ഉം, ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഉണ്ടായിക്കൂടായില്ല. ഉം, ചില പഠനങ്ങൾ, ഇപ്പൊ ഞാൻ ഇവിടെ അയർലാൻഡിൽ അവിടെ നടത്തിയൊരു സ്റ്റഡീസിലാണ് ഉം, ചെറിയ എക്സ്പോഷർ വരെ ആൾക്കാരിൽ സിലിക്കോസിസ് ഒക്കെ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉം. അപ്പൊ അങ്ങനെ കുറെ. പിന്നെ അയർലാൻഡിൽ ഒരു വേറൊരു കാര്യം സ്റ്റഡി പറയാൻ നടന്നേ. പറഞ്ഞത്, ഈ പിന്നെ കു- ഒരു ഹൈജീനിസ്റ്റിന്റെ ഒരു പണി എന്ന് പറഞ്ഞാൽ, അത് ഹൈജീനിസ്റ്റിന്റെ സൈഡാണോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, അത് എൻവിയോൺമെന്റൽ സൈഡ് ആണെന്ന് ഡൗട്ട് ഉണ്ട്. അപ്പൊ ഉം, അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ആസ്ബസ്റ്റോസ് ഭയങ്കര പ്രശ്നമാണ് ഇവിടെ, നമ്മുടെ ഉം, നാട്ടിലെ പോലെ അല്ല, ഇവിടെ ആസ്ബസ്റ്റോസ് ബാൻഡ് ആണ്. ഇപ്പൊ ഉം. കാനഡ എന്ന് പറഞ്ഞാൽ ആസ്ബസ്റ്റോസ് ഭയങ്കരമായിട്ട് ആസ്ബസ്റ്റോസ് മൈനിങ്ങുള്ള ഒരു, ഇപ്പോഴും ഡെപ്പോസിറ്റ് ഉള്ള മൈനിങ് ഒരു ഉണ്ടോ? കൺട്രി. ഇപ്പൊ നിർത്തിവെച്ചു. ആ. പക്ഷെ ഇവരുടെ പഴയ ബിൽഡിങ്ങിൽ കാര്യങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആസ്ബസ്റ്റോസ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഉം. അപ്പോൾ ആ ഒരു ബിൽഡിങ് കാര്യങ്ങൾ ഇപ്പോൾ റെനോവേറ്റ് ചെയ്യുമ്പോന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സീനാണത്. അപ്പൊ അതുകൊണ്ട് കൊറോണ ഡീൽ ചെയ്യണ പോലെ അല്ലേ ആസ്പെറ്റോസിന്റെ അതെ, അതെ, ഡീലയില്? ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ടാണ് കുറെ കൺസൾട്ടൻസി ഇവിടെ ജീവിച്ചു പോകുന്നത്, ഈ ആസ്ബസ്റ്റോസ് ഉണ്ടായതുകൊണ്ട്. ഈ കാരണം പിന്നെ ഡിമോളിഷനൊക്കെ ഇപ്പൊ കുറെ ഡിമോളിഷൻ ബിൽഡിംഗ് ഇപ്പോൾ, ഒക്കെ ഇപ്പൊ ഇങ്ങനെ ഡിമോളിഷൻ സ്റ്റേജിലാവുമല്ലോ അല്ലേ? അതെ, അതെ, ഇപ്പൊ ഡിമോളിഷൻ, അതായത് റെനോവേഷൻ ഒക്കെ ചെയ്യണ മുന്നേ ഇവര് എന്ത് ചെയ്യണം? ഒരു ഇതുപോലെ കൺസൾട്ടൻസിനെ വെച്ചിട്ട് അവിടുത്തെ എല്ലാ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് അതൊക്കെ ചെക്ക് ചെയ്യണം, അതിലൊക്കെ ആസ്ബസ്റ്റോസ് ഉണ്ടോന്ന്. ഈ ആസ്ബസ്റ്റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡെമോളിഷൻ ചെയ്യുമ്പോൾ അതിന് കുറേ പ്രൊസീജിയേഴ്സ്, അബേറ്റ്മെന്റ് എന്ന് പറയും, കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അതും ഒരു ഒക്യുപ്പേഷൻ ഹൈജീനിൽ വരുന്ന ഒരു 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 പാർട്ടാണ്. ഭാഗമാണ്. കൂൾ കൂൾ. ഓക്കെ. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, എന്താണ് ഈ ജോബിൻ്റെ ഒരു ചലഞ്ചിങ് ഫാക്ട്സ്, ചലഞ്ചിങ് സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല ഇൻഡെപ്ത് നോളജ് വേണം. മനസ്സിലാവും. ജസ്റ്റ് ഒരു സർഫസ് നോളജ് ഉണ്ടായിട്ട് പിന്നെ സർഫസ് നോളജ് ഉണ്ടായിട്ടും കാര്യമില്ല. പിന്നെ അതുപോലെ സേഫ്റ്റി പോലെ ഇത് നമുക്ക് ഒരു ജനറലി ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിൽ ടെക്നിക്കൽ നോളജ് വേണം. മനസ്സിലായി. അപ്പോൾ ഓരോ എന്താണ് അതിൻ്റെ എക്സ്പോഷർ വാല്യൂ, അതൊക്കെ നമുക്ക് റെഫർ ചെയ്താൽ കിട്ടും. പക്ഷെ എന്നാലും അതിന് കുറെ ടെക്നിക്കൽ വശങ്ങളുണ്ട് അതിൻ്റെ. പിന്നെ ഇതുപോലെ കുറെ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയണം, കുറെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വരലുണ്ട് ഇതില്. അപ്പൊ നമ്മൾ ഇത് ചെയ്യല്ലോ, അപ്പോൾ കുറച്ച് ഇത്ര ആൾക്കാർ എക്സ്പോസ്ഡ് ആയി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എക്സ്പോസ്ഡ് ആയി എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അങ്ങനെ കുറെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വശങ്ങളുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, കുറച്ചും കൂടി ഇൻഡെപ്ത് നോളജ് വേണ്ട ഒരു ഇതാണ് ഇത്. പക്ഷേ പിന്നെന്ന് ഇൻട്രസ്റ്റിംഗ്, പറഞ്ഞാല്, ഇതൊക്കെ താല്പര്യമുള്ള ആൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവും അല്ലേ? അതെ, പിന്നെ ഇതിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചവർക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചിട്ടില്ലല്ലോ, അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ
ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരാം. പ്രശ്നങ്ങൾ ഇൻ ദ സെൻസ്, അതായത് ഇപ്പോൾ നമ്മൾ ബേസിക്കലി ഈ നമ്മളിതിങ്ങനെ മോണിറ്റർ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പമ്പ്, അതുപോലെ നമ്മൾ ഇത് എയർ സാമ്പിളൊക്കെ കളക്ട് ചെയ്യണ മീഡിയ ഒക്കെ ഒരാളെടുത്ത് കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഒരു വർക്കറുടെ അടുത്ത്. ഇപ്പോൾ നീ ഇപ്പോൾ ഒരു ഹോൾ ട്രക്ക് ഡ്രൈവറാണ് ഒരു ഉം, മൈനിൽ. ഈ ഹോൾ ഉം, ട്രക്ക് ഡ്രൈവേഴ്സ് എത്രത്തോളം എക്സ്പോസ്ഡ് ആവുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉം, എന്ത് ചെയ്യുക വെച്ചാൽ ഒരു കെസറ്റ് എന്ന് പറയും, ഒരു മീഡിയ, ഉം, അതിലാണ് ഉം, എയർ സാമ്പിൾ കളക്ട് ചെയ്യുക. ഇത് ലാബിൽ കൊണ്ടുപോയിട്ടാണ് അവർ ചെക്ക് ചെയ്യുക. അപ്പൊ ഉം, ഇത് പമ്പ്, ഒരു ചെറിയൊരു എയർ പമ്പ് ഉണ്ട്, അതായത് എയർ സക്ക് ചെയ്യണ മോട്ടറൊക്കെ ഉം, വെച്ചിട്ടുള്ള. ഉം, അപ്പൊ ഇത് ഒരാളെടുത്ത് കൊടുക്കണം. ഉം, അപ്പോ ചില ആൾക്കാരൊക്കെ, ഇവിടുത്തെ ആൾക്കാരൊക്കെ പൊതുവെ ആൾക്കാർ നൈസ് ആയതുകൊണ്ട് അവര് ഉം, അത് വാങ്ങി, നമ്മളൊന്നും പ്രശ്നമൊന്നും പറയില്ല. പക്ഷെ ചില ഉം, ആൾക്കാർ അത് ഭയങ്കര പുഷ് ബാക്ക് ചെയ്യും, ഉം, ചിലപ്പോൾ തെറി പറയും. ഉം, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ കൺസൾട്ടന്റ് ആകുമ്പോൾ പിന്നെ ആ വലിയ പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാല് നമ്മൾ ഇടക്കല്ലേ പോകണുള്ളൂ. ഇപ്പോൾ ഒരു ഉം. കമ്പനിയിൽ വർഷത്തിൽ ഒരിക്കലൊക്കെ അപ്പൊ നമ്മൾ ചെയ്യാൻ ഗസ്റ്റ് പാടുള്ളൂ. ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ അല്ലേ? ഗസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ, നമ്മളൊരു റെസ്പെക്ട് കാര്യങ്ങൾ കിട്ടും. പക്ഷെ നമ്മൾ കമ്പനിയിലാണെങ്കിൽ എന്നും ഇത് ചെയ്യുമ്പോൾ ഈ പേഴ്സണൽ കമ്പനിയിലാകുമ്പോൾ സാമ്പിളർ പ്രശ്നമില്ല. കൊടുക്കുമ്പോൾ നമ്മൾ വർക്കർക്ക് ഒരു പേഴ്സണൽ സാമ്പിളിങ്ങിന്റെ സമയത്ത് വർക്കറെ സംബന്ധിച്ചിടത്തോളം ആൾക്കൊരു ബുദ്ധിമുട്ടാണത്. ഇപ്പോൾ ഒരു അത് ബുദ്ധിമുട്ട് ഡ്യൂട്ടി കറക്റ്റ്. അവേഴ്സ് അത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾക്ക് ആ നമ്മളൊന്നും തയ്യാറാവില്ല അത്. ഡ്യൂട്ടി എന്നാലും ഇവിടുത്തെ അവേഴ്സ് ആൾക്കാർ മൊത്തം വെക്കണ്ടേ? എന്തായാലും 8 അത് അവേഴ്സോ? മൊത്തം വെക്കണം. ആ അവിടെ ഞാൻ ടെക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലം അവിടെ 12 hours ആണ് ഓ ഒരു ഷിഫ്റ്റ് വരുന്നത്. ഉം, അപ്പോൾ ചില ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. ഇപ്പോൾ ചില അതെ അതെ. ഇപ്പോൾ വെൽഡേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവര് വണ്ടിയുടെ അടിയിലൊക്കെ പോയി വെൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഉം. ഒക്കെ ഈ സാധനം ഈ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കുമ്പ് കുടച്ചക്രം പറ്റി പോവാൻ ഇതിന്റെ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇവര് അവിടുന്ന് ചിരിച്ചാണ്ടോ ഓക്കെ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇവര് വാങ്ങിക്കൊണ്ടുപോകും. സൈഡ് പിന്നെ നമ്മളവിടെ മാറി കഴിഞ്ഞാല് അവരവിടെ വെക്കും. അത് അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട്. ശരിയാ. ഇപ്പം ഓരോ തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റൂലല്ലോ അല്ലേ? അത് അവര് പിന്നാലെ നടക്കാൻ പറ്റില്ലല്ലോ. ഈ വോളിയം സാമ്പിളേഴ്സ് അങ്ങനത്തെ അതൊക്കെ ടെക്നിക്കൊക്കെ ഉപയോഗിക്കുമോ? ഈ എങ്ങനെ? പേഴ്സണൽ സാമ്പിളിംഗ് അല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എന്തെങ്കിലും സാമ്പിളിൽ അതെ, ഏരിയ സാമ്പിളിങ്. ഏരിയ സാമ്പിളിംഗ് ഒക്കെ. ഏരിയ സാമ്പിളിങ്. ഉം, ഉം, പിന്നെ ചില സാമ്പിളിങ് മെത്തേഡ്സ് ഉണ്ട്. അതിപ്പോ നീ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അവരെ ഫോളോ ചെയ്യലില്ല എന്ന്. ഇപ്പോൾ ഉം, ഞാൻ ടെക്കിൽ വർക്ക് ചെയ്തിട്ട് അവരുടെ അവര് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഹൈജീനിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണതാണ്. അപ്പൊ ഉം, അവിടെ ഒരു സാമ്പിളിംഗ് മെത്തേഡ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ കുറെ ആൾക്കാർ അത് യൂസ് ചെയ്യാറില്ല. അപ്പൊ അതായത് ഇതുപോലെ ഒരു ചെറിയൊരു പമ്പ് ഇതുപോലെ അവരുടെ അടുത്ത് കൊടുത്തിട്ട് ഉം, നമ്മൾ 12 hours അവർ ഫുൾ ഫോളോ ചെയ്യണം. ഉം, ഒരു വർക്കറെ ഞാൻ ഒരു ദിവസം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഫുൾ ഉം, 12 hours അങ്ങേര് എവിടെ പോകണ്ട്, എന്താ ചെയ്യണ് ഉം. ഒക്കെ നമ്മള് അവരെ വണ്ടിയിൽ ഇങ്ങനെ ബാക്കിൽ ഫോളോ ചെയ്തിട്ട്. അയ്യോ. അയ്യോ. പൈസ ഇട്ടോണ്ട് തിരക്കടില്ല. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതിന്റെ ഒരു ഉദ്ദേശം ഇപ്പോൾ നമ്മൾ സാധാ കൺവെൻഷണൽ പേഴ്സണൽ സാമ്പിളിംഗ് ചെയ്താൽ അത് നമ്മൾക്ക് ഒരു ദിവസത്തെ ടോട്ടൽ ഇതാണ് തരേണ്ടത്, ഒരു ഡാറ്റയാണ് തരേണ്ടത്. അല്ലാതെ ഏത് വർക്കാണ് അവർ ചെയ്യുമ്പോഴാണ് കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നത് നമുക്കത് മനസ്സിലാണില്ല. പക്ഷെ ഈ അതെ. ഒരു ജോബ് ഷാഡോയിങ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഗ്രാഫിക് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും ഏത് ടൈമിലാണ് ഈ എക്സ്പോഷർ വന്നത്. ഇപ്പൊ നമ്മളെ ഈ ജോബ് ഷാഡോ ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഈ സമയത്ത് ഇയാൾ ഈ ജോലി ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഈ അതെ. ലൊക്കേഷനിലായിരുന്നു. ഉം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ജോലിയാണ് കൂടുതൽ എക്സ്പോഷർ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, അത് നിങ്ങളെ ഭാഗമാണോ എന്നറിയില്ല. അപ്പോൾ ഈ പേഴ്സണൽ സാമ്പിളറിൽ ഇപ്പോൾ ടൈം കോറിലേറ്റ് ചെയ്തിട്ടാണോ ഇതിന്റെ റിസൾട്ട് ഉണ്ടാവുക? ഈ ടൈമിൽ എത്ര അതാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെയാണ് ഇത് സോർട്ട് ഔട്ട് ചെയ്യുക? അല്ലെങ്കിൽ അതെങ്ങനെയാണ് റിസൾട്ട് റിസൾട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയറിലോ എന്തെങ്കിലും ഇട്ടിട്ടാണോ ഈ റിസൾട്ട് കാണാല്? അതായത് ഇപ്പോൾ പേഴ്സണൽ സാമ്പിളർ വെച്ചു, അതെന്ത് ചെയ്തു, അത് എന്താ പറയുക, ആ കാസറ്റ് ഇല്ലേ, അത് എടുത്തിട്ട് അത് എന്താണ് ചെയ്യല്? അത് നമ്മൾ ലാബിലോട്ട് അയക്കും. ലാബിൽ നിന്നാണ് ബാക്കി എല്ലാ റിസൾട്ട് റിസൾട്ട് വരും. വരും. നിങ്ങൾക്ക് അതിൽ റോളൊന്നുമില്ല? ഇല്ലല്ല. ഓക്കെ. ഈ ലാബിൽ എന്താ നടക്കുന്നത്? ലാബില് സിലിക്കാന്നൊക്കെ അവര് എന്തോ എക്സ്റേ അങ്ങനെ കുറെ പരിപാടികളുണ്ടല്ലോ. എക്സ്റേ സംതിങ്, മൈക്രോസ്കോപ്പി, അങ്ങനെ എന്തൊക്കെ പരിപാടികളില്ലേ, അതൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുക. പിന്നെ ആസ്ബസ്റ്റസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് ആസ്ബസ്റ്റസ് ഫൈബർ ആണല്ലോ. അപ്പൊ അത് ഫൈബർ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് അത് അങ്ങനെ എന്തൊക്കെ ആണ്, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അല്ല, അത് നിങ്ങളുടെ സ്കോപ്പിലുള്ള, അതാണ് ചോദിച്ചത്. വേറെ സൈഡാണല്ലോ. ഓക്കെ. പിന്നെ നമുക്ക് ഏകദേശം ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം. ഒരു കാര്യം കൂടി, പുതിയ ഇപ്പോൾ കാനഡയിലേക്ക് വരുന്നവർക്കും ഇൻഡസ്ട്രിയൽ ഹൈജീൻ ഫീൽഡിലേക്ക് വരുന്നവർക്കും
എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയ അഡ്വൈസുകളുണ്ടോ അപ്പോൾ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ വേറെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ എന്ത് അഡ്വൈസാണ് ഓക്കെ. കൊടുക്കണ്ടേ ഈ ഫീൽഡിലോട്ട് വരാൻ വേണ്ടിയിട്ടോ? ഈ ഫീൽഡിലോട്ട് വരാൻ അല്ലെങ്കിൽ കാനഡയിലേക്ക് ഓക്കെ. വരാൻ അതും കുറെ ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. ഓക്കെ. കാനഡയിൽ കയറാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റുഡൻ്റ് ആയിട്ട് വരാം. അതിപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ഇപ്പോൾ കാനഡയിൽ ഇപ്പോൾ കുറേ സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റഡി പെർമിറ്റ് ഇതൊക്കെ കുറേ കുറച്ചല്ലോ. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ക്യാപ്പ് അവിടെയും കുറച്ചോ? 35% അവർ കുറച്ചു. പിന്നെ അല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ PR ആയിട്ട് വരാം, എക്സ്പ്രസ് എൻട്രി വഴി വരാം. കുറേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതായിട്ട് വരാം. അപ്പോൾ അങ്ങനെ വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മേ ബി ജോലി കിട്ടാനൊക്കെ ചിലപ്പോൾ കിട്ടില്ല എന്നല്ല, കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അവിടുത്തെ വിസ പ്രോസസ്സിംഗ് ഒക്കെ എൻ്റയർലി ഡിഫറെൻ്റ്. അവിടെ UK വിസ പ്രോസസ്സിംഗ് ആയിട്ടില്ലേ? അപ്പോൾ അവിടെ ഈ എക്സ്പ്രസ് എൻട്രിയിൽ വന്നാൽ അയാൾക്ക് ജോബ് കിട്ടിയിട്ടല്ലേ വരിക? ജോബ് ഇല്ലാതെയാണ് വരിക അല്ലേ? ജോബില്ലാണ്ട് വരാം. എക്സ്പ്രസ് എൻട്രി ആണെന്നുണ്ടെങ്കിൽ PR ആയിട്ട് വരാമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഗൾഫിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു CSP അല്ലെങ്കിൽ CRSP ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മേ ബി ജോലി കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ CRSP CSP അങ്ങനത്തെ സർട്ടിഫിക്കേഷൻസ് ഒന്നും ഇല്ല ഇവിടുത്തെ എഡ്യൂക്കേഷനും ഇല്ലാന്നുണ്ടെങ്കിൽ ജോലി കിട്ടില്ല എന്നല്ല, ബട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ സേഫ്റ്റിയിൽ വർക്ക് ചെയ്യാൻ ഇവിടുത്തെ ആൾക്കാർക്ക് പ്രത്യേക ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. നമ്മളെ പോലെ ബിടെക്കോ അല്ലാന്നുണ്ടെങ്കിൽ സേഫ്റ്റിയിൽ വേറെ എന്തെങ്കിലും ഡിപ്ലോമ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇവിടുത്തെ ഹൈസ്കൂൾ അതുപോലെ ഏതെങ്കിലും സബ്ജക്റ്റിൽ എന്തെങ്കിലും ഡിഗ്രിയോ ഡിപ്ലോമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ സേഫ്റ്റിയിൽ വർക്ക് ചെയ്യാം. ബാക്കി അവർ ട്രെയിൻ ചെയ്യും. അവര് കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഇത് പാഷൻ ഉണ്ടായാൽ മതി ഇതിനോട്. പാഷൻ ഉണ്ടായാൽ മതി. പക്ഷെ അത് എന്ന് വെച്ച് അത് പുറത്ത് ഫോറിനേഴ്സിന് ആ ഒരു ഇത് കിട്ടുമോന്ന് എനിക്കറിയില്ല. ഫോറിനേഴ്സ് ഇല്ലല്ലേ? അല്ല, അത് ഇവിടുത്തെ ആൾക്കാർക്കാണ് അത്. ഞാനിപ്പോ പറഞ്ഞല്ലോ ടെക്കിൽ ഇതുപോലെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത മൈനിൽ അവിടുത്തെ സൂപ്പറിൻറ്റൻഡന്റ് ഉണ്ടായിരുന്നു, ഹെൽത്ത് ആൻഡ് സേഫ്റ്റിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് സൂപ്പറിൻറ്റൻഡന്റ്. അങ്ങേര് എന്ന് പറഞ്ഞാല് പണ്ട് അവിടെ ഹോൾ ട്രക്ക് ഡ്രൈവർ ആയിരുന്നു. അവിടെ ഹോൾ ട്രക്ക് ഡ്രൈവറായി വന്ന ആള് പിന്നെ അങ്ങനെ അതാണ് ഇവിടുത്തെ കാനഡന്റെ ഏറ്റവും ഒരു എനിക്ക് തോന്നിയിട്ടുള്ള നല്ലൊരു കാര്യം. നമുക്ക് ആ പ്രിവിലേജ് കിട്ടുമോ എനിക്കറിയില്ല, പക്ഷെ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ള ഒരു ഇതുണ്ട് ഇവിടെ. ആ ഒരു സ്കില്ല് ഉണ്ടായാൽ മതി, സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അല്ലേ? അതെ, ആ ജോലി ചെയ്യാനുള്ള ഒരു കഴിവ്, സംസാരിക്കാനുള്ള ഒരു കഴിവ് അത് ഉണ്ടായാൽ മതി. പിന്നെന്താ ഇൻഡസ്ട്രിയൽ ഹൈജീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ നാട്ടില് ഐ തിങ്ക് ഗുജറാത്തിലൊരു യൂണിവേഴ്സിറ്റി ഇതുപോലെ ഇൻഡസ്ട്രിയൽ ഹൈജീന്റെ ഒരു കോഴ്സ് അവിടെ ഉണ്ട്, മാസ്റ്റേഴ്സ്. സർദാർ വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റി അങ്ങനെ എന്താ പറയുന്നത്. പിന്നെ നമ്മളെ മറ്റൊരു യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടില് അല്ലടാ MSc ആണ് തോന്നുന്നുണ്ട്. MSc അറിയില്ല. പിന്നെ നമ്മുടെ നാട്ടില് ഏതൊരു അണ്ണാമല യൂണിവേഴ്സിറ്റി ഇല്ലേ തമിഴ്നാട്ടിലടാ, അണ്ണാമല യൂണിവേഴ്സിറ്റി. അവിടെ ഇതുപോലെ എന്തോ ഒരു ഹൈജീൻ്റെ എന്തോ ഒരു ഡിപ്ലോമ എന്തോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ഹൈജീൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പഠിക്കാം. പിന്നെ ഇവിടെ കുറെ യൂണിവേഴ്സിറ്റികൾ നല്ല, യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ അഥവാ കോളേജ് നല്ലതാണ്. ഹാംപ്ടൺ കോളേജ് നല്ലതല്ല. അവിടെ ഇൻഡസ്ട്രിയൽ ഹൈജീൻ ഇല്ല, അവിടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അല്ലേ. ഞാൻ പറയുന്നത് ഇൻഡസ്ട്രിയൽ ഹൈജീൻ പെർട്ടിക്കുലേറ്റ് പഠിക്കാനാണ്. പക്ഷെ ഇവിടെ ഇൻഡസ്ട്രിയൽ ഹൈജീൻ പെർട്ടിക്കുലേറ്റ് അല്ല പഠിക്കണത്. ഇവിടെ MPH എന്ന് പറയാം, അതായത് മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത്. അത് പഠിച്ച ആൾക്കാരാണ് അധികവും ഇവിടെ ഇൻഡസ്ട്രിയൽ ഹൈജീനിൽ വരുന്നത്. പക്ഷെ അവർക്ക് ഇൻഡസ്ട്രിയൽ ഹൈജീൻ അല്ല, വേറെ പല വഴികളിലും പോവാം. ഹോസ്പിറ്റൽ ഇൻഡസ്ട്രീസിലൊക്കെ, ഹെൽത്ത് ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യാം. കൺസൾട്ടന്റ് ആയിട്ടൊക്കെ ഇപ്പൊ കുറെ ഇൻഷുറൻസ് കമ്പനികളിലൊക്കെ കൺസൾട്ടന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാം. അപ്പൊ അതിന് ഇവിടെ പഠിക്കേണ്ടത് മാസ്റ്റർ ഇൻ പബ്ലിക് ഹെൽത്ത് ആണ്. അത് നല്ല കോഴ്സാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് മേ ബി അത് കിട്ടാനെ കുറിച്ച് പാടായിരിക്കും. അത്യാവശ്യം നല്ല ഫീ ഉണ്ടാവും. കാരണം ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക പറഞ്ഞാൽ നല്ല ഫീ ആണ്, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്. പിന്നെ ഇവിടുത്തെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ ഒരു കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കാനഡയിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല സ്കോപ്പ് ഉണ്ട്. നല്ല സ്കോപ്പ് ഉണ്ട് വെച്ചാൽ അതിനനുസരിച്ച് അപ്ലിക്കൻസും ഉണ്ട്, വേറെ വിഷയം. പക്ഷേ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കോർഡിനേറ്റർ, സ്പെഷ്യലിസ്റ്റ് അഡ്വൈസർ അങ്ങനെ പറഞ്ഞിട്ട് കുറെ മാനേജർ അങ്ങനെ പറഞ്ഞിട്ട് കുറെ പൊസിഷൻസ് ഉണ്ടാവും. ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു കുറെ പൊസിഷൻസ് ഉണ്ട്. നല്ല അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ജോലി കിട്ടും. ഇൻഡസ്ട്രിയൽ ഹൈജീനും കുഴപ്പമില്ലാത്ത സ്കോപ്പ് ഉണ്ട്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ പോലെ ലിമിറ്റഡ് അല്ലേ? ലിമിറ്റഡ് ആണ്. വളരെ
എന്താ പറയുക, ചെറിയ ഇതല്ലേ. ചെറിയൊരു ഇതുള്ളൂ. കുറെ കമ്പനികളിലും അധികം ഇൻഡസ്ട്രി ഹൈജീൻ അങ്ങനെ ഹയർ ചെയ്യില്ലല്ലോ. പിന്നെ ഈ അതുകൊണ്ട് ലീഗൽ റിക്വയർമെന്റ് ഉള്ളതുകൊണ്ട് പിന്നുള്ളത് ഇതേപോലെ കൺസൾട്ടന്റിനെ വെക്കും ചെയ്യുമല്ലോ അതെ കമ്പനി. അപ്പൊക്കും ചെയ്യും. ഓക്കെ, കൂൾ കൂൾ. നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. വേറെന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ ഷാൻ? ഇല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് റീങ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം, എന്തെങ്കിലും പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഇല്ല. ഓക്കെ, ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഇർഷാദ് കാണണ്ട HSC ഡോക്യുമെന്റേഷൻ എങ്ങനെയാണ്, എന്തൊക്കെ HSC ഡോക്യുമെന്റേഷൻ ആണ് ചെയ്യേണ്ടത്, കമ്പ്യൂട്ടറിലാണോ എന്നൊക്കെ? അത് പറഞ്ഞാൽ അതെ, ഒബ്വിയസ്ലി കമ്പ്യൂട്ടറിലാണ്. അത് പിന്നെ ഓരോ കമ്പനിയുടെ ഓരോ ഇതനുസരിച്ചിരിക്കും. അതായത് അവരുടെ ഒരു എത്രത്തോളം അവർ പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ട് അനുസരിച്ചിരിക്കും. അതായത് ഇപ്പൊ ഞാൻ പറയാം, ടെക്കിൽ അവരടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ഇതിനൊക്കെ അവർ ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ഈ സാമ്പിള് ലാബിലോട്ട് അയക്കാൻ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു സോഫ്റ്റ്വെയർ കോറിറ്റി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, അതിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. പക്ഷെ നമ്മൾ കൺസൾട്ടൻസി ഒക്കെ ആകുമ്പോൾ നമ്മൾ പേപ്പറിൽ തന്നെ ചെയ്യണം, മറ്റേതാകുമ്പോൾ അതിന്റെ ആവശ്യമില്ല. വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നത് ഞാനാവും അതിന് ഉത്തരം പറയാൻ നല്ലത്. നെബോഷ് കഴിഞ്ഞ ഏതാ നല്ല കോഴ്സ് നെക്സ്റ്റ് സ്റ്റേജ്, IDIP തന്നെയാണോ? ആക്ച്വലി നെബോഷ് IGC കഴിഞ്ഞാൽ ഏതാ നല്ല കോഴ്സ് എന്ന് വെച്ചാൽ നെബോഷ് IDIP ആണ് എന്നുള്ളത് ഒരു ഉത്തരം ജനറലായിട്ട് പറയാം. പക്ഷെ ഇത് ഓരോരുത്തരുടെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസും ബാക്കി സ്കില്ലൊക്കെ ബന്ധപ്പെട്ട് കിടക്കും. ഒറ്റയടിക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, IDIP ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ നെബോഷ് കൊടുക്കുന്ന IGC ലെവൽ 3 കോഴ്സാണ് റെഗുലേറ്റഡ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് പ്രകാരം. അതേസമയം IDIP ലെവൽ 6 കോഴ്സാണ്. ലെവൽ 6 കോഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഒന്നും കൂടി ഒരു അഡ്വാൻറ്റേജ് കിട്ടും. എനിക്ക് തോന്നുന്നു IDIPും ലെവൽ 6ഉം കാര്യങ്ങളൊക്കെ വേറൊരു സെഷനിൽ, ഒരു ഡെഡിക്കേറ്റഡ് സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ മാത്രമുണ്ട്. ഒരുപാട് സർട്ടിഫിക്കേഷനും മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ മേ ബി നെക്സ്റ്റ് ടൈം നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, IDIP എടുത്തുകൊണ്ട് കാനഡയിൽ ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഒബ്വിയസ്ലി ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷെ ഇവിടെ അധികം നെബോഷിയുടെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ ആരും അങ്ങനെ മെൻഷൻ ചെയ്യാറില്ല ജോബ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊന്നും. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് അവെയർ ആണ്, അങ്ങനെ നെബോഷിയാണ്, അങ്ങനെ ഒരു ബോഡി ഉണ്ട്, അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് കാര്യങ്ങൾ എന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് IDIP ഉണ്ടായാലും ഒബ്വിയസ്ലി അത് കാര്യം ഉണ്ടാവും. പിന്നെ അത് പറഞ്ഞാൽ IDIP ഉണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് IDIP ഉണ്ടെന്നുണ്ടെങ്കിൽ അത് CSB ഡയറക്റ്റ് ആയിട്ട് ചെയ്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടല്ലേ? അതെ, TSP ക്വാളിഫൈഡ് ആവും. TSP ക്വാളിഫൈഡ്. അതുകൊണ്ട് ഒബ്വിയസ്ലി IDIP എടുക്കുക നല്ലതാണ്. ഇപ്പൊ എനിക്ക് IDIP എടുത്തോണ്ട് ഇൻഡസ്ട്രി ഹൈജീനിലും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ എനിക്ക് ഇവിടെ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പറയാനുള്ളത്, അവിടെ ഇൻഡസ്ട്രി ഹൈജീനിൽ കുറെ സ്കോപ്പ് ഉണ്ട് ശരിക്കും പറഞ്ഞാല്. അവിടെ ഓയിൽ ആൻഡ് ഗ്യാസിൽ. അപ്പൊ അവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നത് മേ ബി അവിടെ അതിനുള്ള ആൾക്കാരൊക്കെ മേ ബി കുറവായിരിക്കും. അപ്പോൾ ആ ഒരു ജോബിൽ മേ ബി അവിടെ ഉള്ളവർക്കും എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അതെ. അപ്പോൾ എന്തായാലും GCCയിലും ഇവിടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നെബോഷിന് ഭയങ്കര റെക്കഗ്നിഷനാണ് ഇവിടുത്തെ കമ്പനീസിലൊക്കെ. അപ്പോൾ IDIP ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയൽ ഹൈജീൻ ഫീൽഡിലേക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം അല്ലേ, ഗൾഫ് കൺട്രീസിലൊക്കെ. വേറൊരു ചോദ്യം, കമ്പ്യൂട്ടർ നോളജ് ഇമ്പോർട്ടൻ്റ് ആണോ മൊത്തത്തിൽ സേഫ്റ്റി ഫീൽഡിൽ? എന്താ ഇർഷാദ്, എങ്ങനെയാണ് അതിന് ആൻസർ പറയാം? സേഫ്റ്റി ഫീൽഡിൽ ഇപ്പൊ ഏത് ജോലിക്കായാലും കമ്പ്യൂട്ടർ നോളജ് വെരി എസെൻഷ്യൽ ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ നോളജ് ഇൻ ദ സെൻസ് ഏറ്റവും ബേസിക്കലി വേണ്ടത് MS Office, ലൈക്ക് വേർഡ്, എക്സൽ, പവർ പോയിന്റ്, അതുപോലെ അതാണ് ബേസിക്കലി വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ. പിന്നെ ഇപ്പൊ സേഫ്റ്റിയിൽ പിന്നെ ഇപ്പൊ കുറെ എന്തൊക്കെ സോഫ്റ്റ്വെയറുകൾ ഉണ്ടല്ലോ ഇത് സേഫ്റ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന് അസിസ്റ്റ് ചെയ്യണ ഒരുപാട്
സോഫ്റ്റ്വെയർസിൻ്റെ. പക്ഷെ ഇപ്പൊ കമ്പ്യൂട്ടർ നോളജ് ഇത് വല്ല പഠിക്കാനോ ഒരു ബുദ്ധിമുട്ടുള്ള സംഭവം എനിക്ക് അതെ അതെ തോന്നുന്നില്ല. അതെ. അത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. കുറേ റിസോഴ്സ് ഉണ്ടല്ലോ അല്ലേ പഠിക്കാൻ, യൂട്യൂബായിട്ടും എല്ലാതായിട്ടും. പക്ഷെ അതിനൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, അതൊരു അതെ. പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മളൊരു ലോങ് ടേം ആയിട്ട് ഒരു പ്ലാൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാൻ അതിന് കുറച്ച് സമയം കണ്ടെത്തണം. ബേസിക് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റിൻ്റെ ഈ ടൂൾസുകളിലെ ഓഫീസ്, അതെ. എക്സല്, സ്ലൈഡ് അത് ഉണ്ടാക്കുന്നത് ഇതൊക്കെ പഠിച്ചാൽ മതി. ഇപ്പൊ എക്സലിന്റെ ഒക്കെ കുറെ കോഴ്സുകളൊക്കെ ഉം. ഇപ്പൊ ഇന്റർനെറ്റിലൊക്കെ ഉണ്ടല്ലോ. അത് ഉം. പഠിച്ചാൽ മതി. അത് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. സേഫ്റ്റിയിൽ MBA ഉണ്ടോ, എടുത്താൽ നല്ലതാണോ, നല്ല യൂണിവേഴ്സിറ്റി ഏതാണ്? അപ്പോൾ ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരം എന്ന് വെച്ചാൽ സേഫ്റ്റിയിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. MBA ഉണ്ട്, MTech ഉണ്ട്, MSc ഉണ്ട്, ME ഉണ്ട്. പക്ഷേ നല്ല നമുക്ക് ഒറ്റയടിക്ക് അത് നല്ലതാണ് അല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ഫാക്ടേഴ്സ് അതിന് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഏത് യൂണിവേഴ്സിറ്റിയാണ്, എന്തൊക്കെ റെക്കഗ്നീഷൻ ഉണ്ട് ആ സർട്ടിഫിക്കറ്റിന്, അതൊക്കെ ബന്ധപ്പെട്ട് കിടക്കും. എവിടുന്ന്, ഏത് രാജ്യത്തു നിന്നാണ് എടുക്കണേ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ MBA സേഫ്റ്റിയിൽ ഒരു സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷർ എന്ന നിലയിൽ MBA എടുക്കാത്ത നല്ലത്. എനിക്ക് തോന്നുന്നു സേഫ്റ്റിയിൽ MBA കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് ജോലി ആണല്ലേ, ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാനേജർ ലെവൽക്ക് അല്ലെങ്കിൽ ഡയറക്ടർ ലെവൽ ആ ഒരു ലെവൽക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഒരു MBA സേഫ്റ്റി എടുക്കുന്നത് ലീഡറൊക്കെ ആയിട്ട് മാറുമ്പോൾ എടുക്കേണ്ട ഒരു സാധനമാണ്. സേഫ്റ്റിയുടെ ഒരു ബിസിനസ് സൈഡും കൂടി നോക്കുമ്പോൾ മാത്രം എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ MBA എടുത്തിട്ട് സേഫ്റ്റിയിൽ എടുത്തിട്ട് വലിയ ഒരു ജോലി അതുകൊണ്ട് ജോലി കിട്ടൂല. അതൊക്കെ ഒരു ലോങ് ടേമിലേക്കുള്ള മെച്ചങ്ങളാണ് ഉണ്ടാവുക. അതും പിന്നെ അതുമല്ല ഇങ്ങനെ സേഫ്റ്റിയിലൊന്നും MBA ഫുൾ ടൈം ആയിട്ട് കൊടുക്കണ അങ്ങനെ യൂണിവേഴ്സിറ്റികളൊന്നും ഇല്ല. അതൊക്കെ അധികവും ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇതേ ഉള്ളൂ. അതെ അതെ അതെ, അത് ശരിയാ, അത് ശരിയാ. ഒരു എന്താ പറയാ, ഒരു സീരിയസ് ആയിട്ട് കൊടുക്കണം, സീരിയസ് ആയിട്ട് കൊടുക്കണ കുറവാ. അതൊക്കെ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് രീതിയിൽ അങ്ങനെ ഇന്ത്യയിലില്ല. പക്ഷെ പുറത്തൊക്കെ ഉണ്ട്. ഇവിടെ ചില മാനേജ്മെന്റ് കോഴ്സുകളൊക്കെ ഉണ്ട് UK-ല്. MBA പല പേരില് MSc ഒക്കെ ചെയ്യാൻ വേണ്ടി ഒക്കെ. വേറെ ചോദ്യം, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരുപാട് കാലം എക്സ്പീരിയൻസ് ഉണ്ടായതിനു ശേഷം ഇൻഡസ്ട്രിയൽ ഹൈജീൻ ഫീൽഡിലേക്ക് വന്നാൽ അത് എന്താ, അതൊരു നല്ല ഡിസിഷൻ ആകുമോ, അല്ലെങ്കിൽ അപ്പോഴും അവൾ ബിഗിനറായിട്ട് തുടങ്ങേണ്ടി വരുമോ? എന്താണ്, ബിഗിനറായിട്ട് തുടങ്ങേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷനിൽ നമുക്ക് കുറച്ച് ഹൈജീനിൽ കുറച്ച് നമുക്കൊരു എക്സ്പോഷർ വേണം. ഇപ്പൊ എവിടെ ആയാലും ഇൻഡസ്ട്രി ഹൈജീനിൽ നമ്മൾ പോകുമ്പോൾ അവര് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒബ്വിയസ്ലി ചോദിക്കല്ലോ. അപ്പൊ അല്ലെങ്കിൽ ഓഫ് കോഴ്സ് കൺസ്ട്രക്ഷനിലും ഇതുപോലെ ഒക്കുപേഷൻ ഹൈജീൻ ഉണ്ട്. പക്ഷെ അവിടെ ആരും ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ടൈം ആയിട്ട് അങ്ങനെ ചെയ്യാറില്ല. അധികവും കൺസൾട്ടൻസിന് വെച്ചാണ് ചെയ്യാറ്. അതുകൊണ്ട് കൺസ്ട്രക്ഷനിൽ എനിക്ക് തോന്നുന്നില്ല അതൊരു അല്ലെങ്കിൽ പിന്നെ ഇനി ഒരു ധൈര്യം ഫ്രഷറായിട്ട് തുടങ്ങേണ്ടി വരും. ഒരു പുതിയ അഡ്വഞ്ചർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പം നല്ലൊരു കമ്പനി, നല്ലൊരു രാജ്യത്ത് നല്ല ബാക്കി ഫെസിലിറ്റി ഒക്കെ തന്നിട്ട് ഒരു ബിഗിനറായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നല്ലത്, ഒരു ട്രാൻസിഷൻ പ്രശ്നമല്ല. അതേപോലെ വേറെ ചോദ്യം, ഇന്ത്യയിൽ തന്നെ ഡയറക്റ്റ് ജോബ് വിസ കാനഡയിലേക്ക് കിട്ടുമോ എന്നുള്ളത്. ഇപ്പം ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഗൾഫ് കൺട്രീസിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് നേരിട്ട് ജോബ് അപ്ലൈ ചെയ്താൽ അത് കിട്ടിയാൽ അങ്ങനെ. പക്ഷെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിലൊന്നും കിട്ടൂല. പക്ഷെ അത് ഇവിടെ കുറച്ച് ഞാൻ ഇത് പറയാൻ കാരണം, ഞാൻ വേറെ ഇൻഡസ്ട്രിയിൽ പോയപ്പോൾ അവിടെ ഇതുപോലെ ഞാനൊരു മലയാളിനെ പരിചയപ്പെട്ടു. അവിടുത്തെ ഒരു മാനേജർ ഉണ്ട്, മലയാളിയാണ്. അപ്പൊ അങ്ങനെ പരിചയം മൂപ്പര് അവിടെ എങ്ങനെ എത്തിച്ചപ്പോൾ മൂപ്പര് ഇതുപോലെ വിസ കിട്ടി വന്ന ആളാണ്, അല്ലാതെ PR കിട്ടി വന്നതോ അങ്ങനെയൊന്നുമല്ല. അതായത് കമ്പനി ഇയാളെ സൗദി അറേബ്യയിൽ അവിടെ ദുബായിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇയാളെ ഇന്റർവ്യൂ ചെയ്ത് അങ്ങനെ ഇയാള് ക്ലോസ്ഡ് വർക്ക് പെർമിറ്റിലാണ് വന്നത്. അതായത് ആ കമ്പനിക്ക് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റും. സാധാ ദുബായിലൊക്കെ ഉള്ള പോലെ തന്നെ അതിനിവിടെ LMI എന്ന് പറയാം. അപ്പോ അങ്ങേര് ഇതുപോലെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അങ്ങേരെ കീഴിൽ ഗൾഫിൽ വർക്ക് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, ഇന്ത്യക്കാരായ കുറച്ച് ആൾക്കാര്, കുറച്ച് ഹിന്ദിക്കാരും മലയാളികളായിട്ടുള്ള കുറച്ച് ആൾക്കാരെ അങ്ങേരെ ഇതുപോലെ ഇയാൾ ഇന്റർവ്യൂ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നത് ഇവിടെ ഈ കമ്പനിയിലോട്ട്. അപ്പോ അങ്ങനെ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അത് ഇതുപോലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫീൽഡ് അതുപോലെ അങ്ങനത്തെ ഫീൽഡിൽ നിന്ന് കിട്ടില്ല. ഒന്ന് കിട്ടുന്നത് IT ഫീൽഡിൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതാണ് മറ്റേ മാനുഫാക്ചറിങ്, ലൈക്ക് ഈ ഷീറ്റ് മെറ്റൽ വർക്ക്സ് ഒക്കെ ഉണ്ടല്ലോ,
അങ്ങനെ ചെയ്യണ മെയിൻ അങ്ങനത്തെ. ചുരുക്കി പറഞ്ഞാൽ അവിടുന്ന് ഒരു ഹ്യൂമൻ റിസോഴ്സ് കുറവുള്ള ഒരു എന്തെങ്കിലും അതെ ഫീൽഡ് അതെ ആണെന്നുണ്ടെങ്കിൽ അതെ അവർ അതെ കമ്പനി അതെ. പുറത്തുനിന്ന് ആളുകൾ എടുക്കുക. പുറത്തുനിന്ന് കമ്പനിയെ ആളെ കൊണ്ടുവരും. സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചലഞ്ചസ് ഉണ്ടല്ലോ. ചെലവാണ്. അത് കുറെ ചെലവുണ്ട്. ചെലവാണ്. കാരണം എന്താന്ന് പിന്നെ വെച്ചാല് ആം, ഇവരെ ഗവൺമെന്റിനെ ഇവര് ഇത് ചെയ്യണം, ഉം, കൺവിൻസ് ചെയ്യണം എന്തുകൊണ്ട് അതെ ഇവര് അതെ. പുറത്തുനിന്ന് ആളെടുക്കുന്നു, ഇവിടെ ആളെ ഉം, കിട്ടാനില്ല. അതൊക്കെ കുറെ ഉം, ചലഞ്ചസ് ആണ് ഇവർക്ക്. അപ്പൊ അതുകൊണ്ട് ഇവര് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫീൽഡ് അതുപോലെ അങ്ങനത്തെ ഫീൽഡിലൊന്നും ഇവിടെ അങ്ങനെ എടുക്കൂല. പക്ഷെ ഇതുപോലെയുള്ള ട്രേഡ് ഉം, ആൾക്കാരുണ്ടാവില്ല, ഷീറ്റ് ഉം, മെറ്റൽ വർക്കേഴ്സ് അതുപോലെ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടാവല്ലോ, ഉം, അവരൊക്കെ ഉം, ഇവരെ അങ്ങനെ ഹയർ ചെയ്ത് കൊണ്ടുവരും. ഇപ്പോൾ ഉം, അവിടുത്തെ ഒരുത്തനോട് ഒരാളോട് സംസാരിച്ചോ, അങ്ങേര് പറഞ്ഞു ഒരു ഹിന്ദിക്കാരനാണ്. അങ്ങേര് ഉം. പറഞ്ഞു എന്നോട് അങ്ങേർക്ക് ആകെ ഇങ്ങോട്ട് വരാൻ 6000 രൂപ ചിലവായത്. അതായത് ഉം. മെഡിക്കലിനുള്ള 6000 രൂപ മാത്രം ഉപയോഗി ചിലവായിട്ടുള്ളൂ. ബാക്കി ഓ. എല്ലാ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തത്. ഉം, 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 ഉം. ഓക്കെ, വേറൊരു കാര്യം, ഏതൊക്കെ സോഫ്റ്റ്വെയർ മെയിനായിട്ട് അഭിജിത്തെ മൈക്രോസോഫ്റ്റിൻ്റെ എക്സല്, മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ്, മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിന്റ്, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ബേസിക് ഇംഗ്ലീഷ് റൈറ്റിംഗ് സ്കില്ലും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതൊക്കെയാണ് ഒരു സേഫ്റ്റി പ്രൊഫഷണലായിട്ട് എന്ത് ടൈപ്പ് വർക്കാണെന്നുണ്ടെങ്കിലും ഒരു സേഫ്റ്റി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര കാര്യങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം. അത് ഭയങ്കര എക്സ്പേർട്ട് ആവുന്നു വേണ്ട, അത് ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയണം. പിന്നെ +2 ആർട്സിൽ പാസ്സായതുകൊണ്ട് അത് സേഫ്റ്റി കരിയർ ഡെവലപ്മെൻറ്റിൽ അഫക്റ്റ് ചെയ്യുമോ? അപ്പോൾ ഇതിനൊക്കെ ഒരു ഓണസ്റ്റ് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനി ഒരു എന്താ പറയുക, സേഫ്റ്റിയിൽ വേറെ കുറേ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ, ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേറ്റൊക്കെ ആയിട്ടുള്ള ഒരാളും സേഫ്റ്റിയിൽ ഇതൊന്നും ഇല്ലാത്ത വേറൊരാളും സെയിം എക്സ്പീരിയൻസിൽ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്പനി തന്നെ സംബന്ധിച്ചിടത്തോളം കമ്പനി എടുക്കുക, കമ്പനി പ്രയോറിറ്റൈസ് ചെയ്യുക. സേഫ്റ്റിയിൽ ഡിഗ്രി ഉള്ള അല്ലെങ്കിൽ സേഫ്റ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്ത ആളുകളായിരിക്കും, അല്ലെങ്കിൽ വേറെ സർട്ടിഫിക്കറ്റൊക്കെ ചെയ്ത ആളുകളായിരിക്കും. ഒരു ഓണസ്റ്റ് ഉത്തരമാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അതേസമയം നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് വേറെ ഒരുപാട് ഫീൽഡിൽ വന്ന് ഈ സേഫ്റ്റി കോഴ്സസുകൾ, ഇതേപോലെ ബോഷി പോലത്തെ കോഴ്സുകളൊക്കെ ചെയ്തിട്ട് ഈ ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യണത്. എന്നിട്ട് ഒക്കെ എക്സ്പീരിയൻസ് എടുത്ത് ആ ടൈമിന് എക്സ്പീരിയൻസ് ആണ് പലപ്പോഴും ഓല് കൗണ്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ആ ഇൻഡസ്ട്രിയിൽ തന്നെ നിലപ്പം നിങ്ങൾക്ക് സേഫ്റ്റി ജോബ് കിട്ടാൻ എളുപ്പമായിരിക്കും നേരത്തെ എക്സ്പീരിയൻസ്, ഈവൻ നിങ്ങൾക്ക് ഗ്രാജുവേഷനോ ബാക്കി കോഴ്സുകളൊന്നും സേഫ്റ്റിയിൽ ചെയ്തിട്ടില്ലെങ്കിലും. ഓക്കെ, അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ പിന്നെ ഇത് ചോദ്യം നേരത്തെ നമ്മൾ ഉത്തരം പറഞ്ഞു തോന്നുന്നുണ്ട്, മാനുഫാക്ചറിങ് ആണ് ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്നൊക്കെ സ്വിച്ച് ചെയ്താലുള്ള കാര്യം. എങ്ങനെ? അതായത് ഒക്കുപ്പേഷൻ ഹൈജീൻസിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഉള്ള കാര്യം, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്നും മാനുഫാക്ചറിങ് ഫീൽഡിൽ നിന്നൊക്കെ അതിനെന്തെങ്കിലും ഓക്കെ പോസിബിൾ ഓക്കെ ആണോ, ഓക്കെ അല്ലെങ്കിൽ ഓക്കെ. ഇതിൻ്റെ ഒരു പോസിബിൾ അഡ്വാൻറ്റേജ്? ആണ്, പക്ഷേ നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് അറിയണം. ഐ മീൻ എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് നോളജ് എങ്കിലും വേണം. എന്നാലും പിന്നെ എനിക്ക് തോന്നുന്നു GCCയിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്. എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ അധികം അറിയില്ല. വേറൊരു ചോദ്യം അല്ലെങ്കിൽ ചോദിച്ചാൽ, ലേഡീസ് എത്ര ചാൻസ് ഉണ്ട് ഈ സേഫ്റ്റി ഫീൽഡിൽ? ലേഡീസിന് ലേഡീസിന് ഇവിടെയോ? പൊതുവെ ജനറലി സേഫ്റ്റി ഫീൽഡിൽ. ജനറലി അത് അവിടുത്തെ ഒരു ഇതനുസരിച്ചിരിക്കും. ഐ മീൻ ലേഡീസിന് അവർ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതനുസരിച്ചിരിക്കും. ഇപ്പോൾ നമുക്ക് ഒബിയസ്ലി ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ മേ ബി ഇപ്പോൾ കുറേയൊക്കെ പണ്ടൊക്കെ ലേഡീസിന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചും കൂടി അങ്ങനെ ഒഴിവായിട്ടുണ്ട് എന്ന് തോന്നുന്നത്. ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവിടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ലേഡീസാണ് കാനഡയിൽ. ഞാൻ കമ്പനിയിൽ എൻ്റെ എല്ലാ മാനേജേഴ്സും ലേഡീസാണ്. അതല്ല, ഒന്നാമത് ഈ ലേഡീസ് അല്ലെങ്കിൽ ജെൻസ് എന്നുള്ള ഡിഫറൻസിന് ഒരു ഫീൽഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്നല്ല, ഒരു വിധം ഫീൽഡിലും ഇല്ല. ഹൈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണ ഫീൽഡിലൊക്കെ പിന്നെ ഈ ഡിസ്ക്രിമിനേഷൻ ഉള്ളു. പിന്നെ ഡിസ്ക്രിമിനേഷൻ എന്നും പറയാൻ നമുക്കൊരു പറ്റില്ല. കഴിവ് അല്ലെങ്കിൽ എബിലിറ്റി എന്നുണ്ടെങ്കിൽ ആരും അങ്ങനെ ഒരു ലേഡീസ് ഇത് നോക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതേപോലെ ഗൾഫിൽ ഇപ്പോൾ ചില കമ്പനീസ് ഉണ്ട്, ഈ വിമൺ എംപവർമെന്റ് എന്നൊക്കെ ഒരു പോളിസി തന്നെ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, ലേഡീസിന് മാത്രം സേഫ്റ്റി ജോബ്, അങ്ങനെ ചില റിക്വയർമെന്റ് ഒക്കെ വരലുണ്ട്. പക്ഷെ അതൊക്കെ
ചില അപ്പോൾ കമ്പനീസ് ഇതുപോലെ ഇവർക്ക് കുറച്ചും കൂടി മുൻഗണന കൊടുക്കാൻ തോന്നിയിട്ടുണ്ട്. അതെ കാര്യം അതെ കാരണം അതെ എന്താ വെച്ചാല് അവർക്ക് പറയാം ഞങ്ങള് ലേഡീസിനെ ഞങ്ങള് അതന്നെ ഇങ്ങനത്തെ അതന്നെ ജോബ് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ അത് വേണ്ടിയിട്ട്. കാണിക്കാൻ വേണ്ടി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞങ്ങളെ കൂടെ അന്ന് പഠിച്ച വൈശാലി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ ആകെ ഒരു പെൺകുട്ടി ഞങ്ങളെ ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ. ഉം, അവൾക്ക് ജോലി കൊടുക്കാൻ കമ്പനികൾ ക്യൂ നിൽക്കുകയായിരുന്നു സത്യം പറഞ്ഞാല്. കാരണം അതെ അവർക്ക് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഉം, ഫീൽഡിൽ വരെ സ്ത്രീകളെ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് പറയാൻ വേണ്ടിയിട്ട്. ഉം. കാരണം അവളിപ്പോ ഭയങ്കര പൊസിഷനിലെത്തിയ അവള് എന്തോ ഇവിടെ മിനിസ്ട്രിയുടെ മറ്റേ ഫയർ അക്കാഡമിയുടെ എന്തോ ഇതൊക്കെ എന്തൊക്കെ ആണ് അവള് നാഗ്പൂർ നാഷണൽ നാഗ്പൂർ നാഷണൽ അതില്ലേ. ഫയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ HOD ആണ്. അതെ, അവൾക്ക് BPCL ഇതുവരെ ജോലി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അതുപോലെ റിലയൻസിൽ അങ്ങോട്ട് അവള് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അല്ല അപ്പൊ അത് അതുപോലെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ഇപ്പോൾ ഈ സേഫ്റ്റി ആണെന്നുണ്ടെങ്കിലും പലപ്പോഴും മാനേജ്മെന്റ് ആണ്, ഡോക്യുമെന്റേഷൻ വർക്കാണ്, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും വേണ്ടാത്ത ജോലിയാണ് പലപ്പോഴും ഉള്ളത്. അപ്പം പിന്നെ ചില സ്പെസിഫിക് കാര്യങ്ങളൊക്കെ ഉണ്ട്, സൈറ്റ് വിസിറ്റോ അങ്ങനെ ഒരു ഭയങ്കര ഹാർഡ് സിറ്റുവേഷനിലൂടെ ഒക്കെ പോകേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ ചിലപ്പോൾ ലേഡീസിന് എടുക്കുന്നുണ്ടാവില്ല. അതേസമയം മോസ്റ്റ് ഓഫ് ദ മാനേജ്മെൻറ്റ് ഡ്യൂട്ടീസിനും ലേഡീസിന് എടുക്കും. 1.5 വർഷം ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ട്. ഗൾഫിലേക്ക് നോക്കുമ്പോൾ GCC എക്സ്പീരിയൻസ് ആണ് എല്ലാവരും ചോദിക്കുന്നത്. GCCയിൽ ഫ്രഷറായിട്ട് കയറാൻ ചാൻസ് കുറവാണ്. മേ ബി GCCൻ്റെ കാര്യങ്ങൾ ഇർഷാദിനേക്കാൾ പറയാൻ പാകമായിട്ടുള്ള വേറെ ആരെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെഷനിൽ കൊണ്ടുവരാം. ഓക്കെ, ചാൻസ് കുറവാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ബട്ട് അതൊരു എന്താ പറയുക, കുറേ കാര്യങ്ങൾ ഓവർകം ചെയ്തിട്ട് വേണം ട്രൈ ചെയ്യണം. അപ്പൊ ട്രൈ ചെയ്യണം, ഹാർഡായിട്ട് ഇപ്പൊ ട്രൈ വർക്ക് ചെയ്യണം. ചെയ്തവരൊക്കെ അവിടെ ഇതുപോലെ അല്ല അത് അവിടെ ജോലിക്ക് കയറി എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ, ഇന്ത്യൻ ഇങ്ങനെ എക്സ്പീരിയൻസ് തന്നെ പോയവരല്ലേ. ശരിയാ, ഫ്രഷറായിട്ട്. പക്ഷേ കുറച്ച് സിറ്റുവേഷൻ കുറേ അപ്ലിക്കൻസ് ഉണ്ട്, അതേസമയം കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ GCC സൗദിയിലൊക്കെ ഇഷ്ടം സൗദി പോലെ. അറേബ്യയിൽ ഇപ്പൊ കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മറ്റേ നിയോമിന്റെ പ്രൊജക്ട്സിൽ നിയോമിൻ്റെ പ്രോജക്റ്റ് ഉണ്ട്. ഞങ്ങളെ കമ്പനിയിലൊരു പ്രോജക്റ്റ് വന്നത് 2034 ഓലെ വേൾഡ് കപ്പ് 2034 അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ ഫയർ കൺസൾട്ടൻസി 10 വർഷം കഴിഞ്ഞിട്ടുള്ള പ്രോജക്റ്റ്. അതിപ്പോൾ തന്നെ വലിയ പ്ലാൻ ചെയ്തിട്ട് നടത്തുന്നുണ്ട്. അപ്പം അത്രക്കും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ പലപ്പോഴും നമ്മൾ അവിടെ എത്തിയിട്ട് ജോബ് ഹണ്ട് ചെയ്യേണ്ടി വരും. അതാണ് ഇതിൻ്റെ പിന്നെ അതുമല്ല അങ്ങനെ പോകുമ്പോ ബേസിന്ന് തുടങ്ങേണ്ടി വരും. ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അവിടെ എത്തി ഫസ്റ്റ് തുടങ്ങുമ്പോൾ. ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. അത് കുറച്ച് ചെയ്യേണ്ടി വരും. ഐ മീൻ വിച്ച് കൺട്രി ഈസ് മോസ്റ്റ്ലി പെർഫെക്റ്റ് ഫോർ അവർ ഫീൽഡ്? സേഫ്റ്റി ഫീൽഡിന് ഏറ്റവും പെർഫെക്റ്റ് കൺട്രി അതാ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ഉത്തരം ഉണ്ടോ? കൺട്രി അത് എനിക്ക് തോന്നുന്നത് സേഫ്റ്റി ഫീൽഡ് നല്ല. ഇപ്പോൾ ഓരോ കൺട്രിക്ക് ഓരോ കൾച്ചർ ഉണ്ടാവില്ല. അപ്പോൾ ഏത് വർക്കാണെന്നുണ്ടെങ്കിലും വർക്ക് കൾച്ചറോ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഈ യൂറോപ്യൻ കൺട്രീസും അല്ലെങ്കിൽ അമേരിക്കൻ സൈഡ് കൺട്രീസൊക്കെയാണ് ഒരു എപ്പോഴും നല്ലത് അല്ലേ. ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൺട്രി. ഒന്നാമത്തെ കാര്യം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കുറേ ഓപ്പർച്യൂണിറ്റീസുകളുണ്ടാവും, ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സൗദി അറേബ്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. കാരണം അവിടെ ഇപ്പോൾ ഭയങ്കര പ്രൊജക്ട്സ് ഒക്കെ വരാനല്ലേ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നോക്കണവര് റീസെൻ്റ് ആയിട്ട് തന്നെ സൗദിയിൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് പിന്നെ നിയോം പ്രോജക്റ്റ് ഒക്കെ അങ്ങനെ ഫാസ്റ്റ് പേസിൽ നടക്കില്ലേ. BCom ക്വാളിഫിക്കേഷൻ സീനുണ്ടോ? ഞാൻ തോന്നുന്നു എനിക്ക് നേരത്തെ തന്നെ അതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാനഡ യൂറോപ്പിൽ ഏത് കോഴ്സാണ് ചെയ്യേണ്ടത് ജോബ് കിട്ടാൻ? കാനഡയിലൊക്കെ അല്ലേ ഏത് ജോബ് ചെയ്താലും, ഐ മീൻ ഏത് കോഴ്സ് ചെയ്താലും, സേഫ്റ്റി കോഴ്സ് ചെയ്താൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തുറന്നു വരും അല്ലേ. അതെ, പക്ഷേ നമ്മൾ ഇവിടുത്തെ നാഷണൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ HSCയിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ HSCന്റെ നമ്മൾ കോഴ്സ് തന്നെ ചെയ്യേണ്ടി വരും ഇവിടെ നമ്മൾ ആസ് എ ഫോറിൻ സ്റ്റുഡൻറ്റ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു യൂറോപ്പിലാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ യൂറോപ്പിൽ മേ ബി കുറച്ചും കൂടി നെഗോഷ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഇംഗ്ലണ്ടിലൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ? ഞാൻ കേട്ടില്ല, എന്താ ചോദിച്ചേ? നെഗോഷ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നെബോഷ് IGC സേഫ്റ്റി ഫീൽഡിലൊക്കെ കമ്പനീസ് ചോദിക്കുക. മോസ്റ്റ് ഓഫ് ദ അതിൽ ചോദിക്കുക ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ സർട്ടിഫിക്കറ്റ്. നെബോഷിന് തന്നെ NGC ഉണ്ട്, സെയിം ആണ്. പക്ഷെ ഇവിടുത്തെ ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അറ്റ് വർക്ക് ആക്ട് ഉണ്ട് 1974, അത് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിലബസാണ്. പക്ഷെ അതില്ലെങ്കിലും IGC ഉണ്ടെങ്കിൽ
ഓക്കെ. പിന്നെ കമ്പനീസ് ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആൾക്ക് സേഫ്റ്റിനോട് പാഷൻ ഉണ്ടോ, ആൾ ഇങ്ങനെ ഒരു ഉം, ഉം, ഉം. ജില്ലായിട്ട് നിൽക്കുന്നുണ്ടോ, അതൊക്കെയാണ് നോക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ, ബാക്കി ഇവരെ ട്രെയിൻ ചെയ്താൽ ഇവനെ ഓക്കെ ആക്കാൻ പറ്റുമോ അതെ എന്നുള്ളതാണ് അതെ കമ്പനി നോക്കുക. ഓക്കെ, ബേസിക്കലി കമ്പനികൾ നോക്കുന്നത് ബിഹേവിയറൽ അതാണ് ഇതാണ്, ആസ്പെക്റ്റാണ്. ബിഹേവിയർ ആണ് നോക്കുന്നത് ഇവിടെ കേട്ടോ, അല്ലാതെ നമ്മൾ അതായത് പിന്നെ ടെക്നിക്കൽ നോളജ് കാര്യങ്ങളല്ല. IGC ആണ് ഒരു എന്ത് ഈ ഉം. ഒരു സേഫ്റ്റി, നേരത്തെ പറഞ്ഞ പോലെ സേഫ്റ്റി കോർഡിനേറ്റർ, സേഫ്റ്റി ഓഫീസർ ഈ ഫീൽഡിലേക്കൊക്കെ വേണ്ടത്. മഴയാണ് ഇപ്പോൾ, നല്ല മഴ. ഓക്കെ, നമുക്കെന്നാൽ വൈൻഡപ്പ് ചെയ്താലോ? സമയം അതിക്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഇതുവരെ അറ്റൻഡ് ചെയ്തതിൽ. തീർച്ചയായിട്ടും ഈ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. യൂട്യൂബിൽ കാണുന്നവർക്കും താങ്ക്സ്. താങ്ക് യു ഇർഷാദ്, വിലപ്പെട്ട സമയം തന്നതിന്. ഹാപ്പി വീക്കെൻഡ്. ഓക്കെ, ഓക്കെ, ബൈ. ബൈ ഓൾ.